Hello guys, welcome back to my YouTube channel. ഉറങ്ങിയിരിക്കുകയാണ് ഗൈസ്. നാളെയൊക്കെ നോയമ്പാണെന്ന് കേട്ടു. എല്ലാവർക്കും നോയമ്പൊക്കെ ഉണ്ടാ? ഞാൻ നോമ്പ് വെള്ളിയാ. എനിക്ക് നോയമ്പ് പിടിക്കുന്നതിനോടൊന്നും ഒരു അരമുറി താല്പര്യം പോലും ഇല്ലാത്ത ആളാണ്. നോക്കേ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ണൻ്റെ കിണ്ണത്തിൻ്റെ കണ്ണാനെ എടുത്തു വെച്ച് 2 വർത്തമാനം പറയണമെന്ന് തോന്നി. സോ ഐ തിങ്ക് അതെ, ലൈവാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നി. അസമയത്ത് വന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് രാത്രി കിടന്നുറങ്ങണം. ഞാൻ നേരെ വന്നിരുന്ന് ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറക്കം കിട്ടത്തില്ല. അതുകൊണ്ടാണ് നേരത്തെ വന്നിട്ട് അങ്ങ് പോകാമെന്ന് വെച്ചത്. ഇച്ചിരി പുറത്തൊക്കെ പോകണം, ഇച്ചിരി പരിപാടിയുണ്ട്. ഹലോ ലവ് ബേർഡ്സ് ലവേഴ്സ്. വീട്ടിൽ ഒരാൾ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് പബ്ലിക്കിൽ പറയാതെ കിടന്ന് പേക്കൂത്തും ഡ്രാമയും നാടകവും ഒക്കെ കാണിച്ചിട്ട് ആളുകൾ അത് കണ്ടുപിടിക്കുമ്പോഴത്തേക്കായിരുന്നു കിന്നൻ്റെ കുഞ്ഞാ എന്ന മന്നൻ്റെ ട്രാൻസ് കളിക്കുന്ന. എടി എന്തരച്ച് നീ ഷെബീനായെ വിളിക്കരുത് എന്ന് പറഞ്ഞു. നീ എന്തിനടി എൻ്റെ പേര് പറയണത്? അതുകൊണ്ടല്ലേ എനിക്ക് നിന്നെ എടുക്കേണ്ടി വരുന്നത്. ഞാൻ എൻ്റെ വഴിക്ക് മിണ്ടാതെ കുത്തിയിരിക്കുകയല്ലേ. എൻ്റെ കോട്ടിപ്പിടുത്തമൊക്കെ ആ പ്രിയരെടുത്തും ലസീരടുത്തും പോരെ. നിനക്ക് എൻ്റെ അടുത്തുണ്ടായിരുന്ന കോട്ടിപ്പിടുത്തത്തിന് ഞാൻ കൊണ്ടുപോയി പെറ്റീഷൻ കൊടുത്ത് വെച്ചിട്ടുണ്ട്. അവിടുന്ന് വിളിക്കുമ്പോൾ പോയി അങ്ങ് ഉത്തരം പറഞ്ഞേച്ചാൽ മതി. എന്തിരി നീ സഹോദരനാ? അയ്യോ ആണോ? ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അല്ലല്ലോ ഞങ്ങൾ രണ്ടുപേരും പറയുന്നത് മുഴുക്കെ. അതിപ്പം നിൻ്റെ ഇഷ്ടമല്ലേ. നിനക്ക് ഗട്ട്സ് ഉണ്ടെങ്കിൽ നീ ഒരു 5-6 പേരെയും കൂടെയൊക്കെ കയറ്റിക്കുക. അതൊന്നും ഒരു കുഴപ്പമില്ല. പബ്ലിക്കിനെ പറ്റിക്കുന്ന ആ പരിപാടി അതങ്ങ് നിർത്തിക്കൂടി. എന്തിനടി ആളുകളെ പറ്റിച്ചിങ്ങനെ ജീവിക്കുന്ന? അതിലും ഭേദം ഒന്നും പറയാനില്ല. വല്ല പറഞ്ഞാൽ കൂടിപ്പോവും. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. കുറച്ചൊക്കെ ബോധം ഉണ്ടായിരുന്നെങ്കിൽ ബോധമില്ലാത്തവളേ എന്നെങ്കിലും വിളിക്കാമായിരുന്നു. ലേശം സർണിയോളം ഇത് പറയാനുണ്ടായ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവളിന്ന് ഏതാ ഹോസ്പിറ്റലിലോട്ട് തള്ളിക്കൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ ചെന്ന് നിന്നിട്ട് ഷെഫീന ബിബി പറഞ്ഞു വെന്റിലേറ്ററിലാണെന്ന്. അപ്പം നിൻ്റെ അമ്മായി അച്ഛൻ്റെ സുന ആരാ ചവിട്ടി പൊട്ടിച്ച് എന്ന് ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ? നീയും അവനും കൂടെ ഇരുന്ന് എന്തെന്ന് പറഞ്ഞാൽ അവൻ്റെ കൂട്ടുകാരൻ ആരാ വയ്യാണ്ടായി കിടക്കുകയാണെന്ന്. അവൻ്റെ കൂട്ടുകാരൻ തന്തയായിരുന്ന. അല്ല, തന്തയാണെങ്കിൽ നീ അത് ഏറ്റു പറഞ്ഞില്ല. തന്ത അല്ലാത്തത് കൊണ്ടല്ലേ കൂട്ടുകാരനെന്ന് പറയേണ്ടി വന്നത്. അത് ശരി, അത് മനസ്സിലായി. അതിനുവേണ്ടി ഇതൊക്കെ ഒളിച്ചു വയ്ക്കുന്നത്. നീ വീട് വെച്ച് ആ വീട്ടിൽ കയറിയ ദിവസം തൊട്ട് നിനക്ക് കുഴപ്പങ്ങളാണ്. അത് വീട് വെക്കുന്നതിന് മുമ്പാണോ വീട് വെച്ചതിന് ശേഷമാണോ അങ്ങനെയൊന്നുമല്ല. അന്ന് മുതൽ നീ അനുഭവിക്കാൻ തുടങ്ങുന്ന പ്രോബ്ലംസാണ് നീ ഈ കാണുന്നത്. അത് സന്തോഷമാണെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമാണ്. മറ്റുള്ളവരെ ഉപദ്രവിച്ച് നീ നേടിയെടുത്തതാണ് ആ വീട്. ഒരുപാട് പേരുടെ ശാപം അതിനകത്തുണ്ട്. ഒത്തിരി മനുഷ്യരെ ഉപദ്രവിച്ചിട്ട് കിട്ടിയ പണം കൊണ്ട് കെട്ടിപ്പടുത്ത വീടായതുകൊണ്ട് തന്നെ നിനക്ക് അതിനകത്ത് ഒരു ദിവസം പോലും സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റത്തില്ല എന്ന് ദൈവം തന്നെ തെളിയിച്ചതല്ലേ. ഒരുപാട് പേരുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് ഗുരുവായൂർ അമ്പലത്തിൽ പോവുകയെന്നും അവിടെ നിന്നുകൊണ്ട് റീൽ എടുക്കണമെന്നുള്ളത്. അതിന് തടയിട്ട നാറി മോളാണ് നീ. അതുകൊണ്ട് തന്നെ ഒത്തിരി മനുഷ്യരുടെ പ്രാർത്ഥനയുണ്ട് നിനക്കിട്ട് 2 കിട്ടണേ എന്നുള്ളത്. വീണ് കൈ ഒടിഞ്ഞല്ലേ. എച്ചറയൊക്കെ എടുത്ത് കാണിക്കുകയാണ്. ഞാനേ സത്യത്തിലേ എൻ്റെ കയ്യിൽ ഇച്ചിരി പുലം ഇത് കട്ടായതേ ഉള്ളുള്ളെന്ന്. എടി, കൈ ഒടിയണമെന്നൊന്നുമില്ല. നീ വീണാ, നിന്നെ തള്ളിയിട്ടാ. അതാണ് അക്കാര്യം ഞങ്ങൾ പറഞ്ഞത്. തള്ളിയിടക്കം നടന്നില്ലേ, അത്രേ ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ. ഏതായാലും പടുകോമഡി ആയിട്ടുണ്ട്. ഷെഫീന ബീബി പറഞ്ഞു, ഷെഫീന ബീബി അങ്ങനെ പറഞ്ഞു, ഷെഫീന ബീബി ഇങ്ങനെ പറഞ്ഞു. ലേശം സ്വൽപ്പം ഇത് കൈയില്ലാത്തൊരു ബനിയ എവിടുന്നാണ് കിട്ടിയിട്ടുണ്ട്. ആ ബനിയനും വെച്ചുകൊണ്ടാണ് ഉള്ള സർക്കസ് മുഴുക കാണിക്കുന്നത്. ഇന്ന് ഏതാ ഒരു ടെക്സ്റ്റൈൽസുകാർക്കെതിരെ എന്തെന്നാ പറഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആ ടെക്സ്റ്റൈൽസ് നമ്മളെല്ലാം പോയി അവരെ സഹായിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇവള് പറയണമെങ്കിൽ അത് മുഴുക്ക നുണയായിരിക്കും. നുണ മാത്രം പറയാൻ വായ തുറക്കുന്ന ഒരു വൃത്തികെട്ട ജന്തു. അതാണ് ഈ പെണ്ണ്.
എവിടെ പോയിരുന്ന അറിഞ്ഞ് കയറ്റിയിരുന്നു. അതെ, അരുണിൻ്റെ ICU വെന്റിലേറ്ററിലാണ്. എടി തലയ്ക്ക് സുഖമില്ലടി മൂത്ത മുതുക്കി. എടി മുത്ത് മുതുക്കി, നിനക്ക് തലയ്ക്ക് സുഖമില്ലടി. വെന്റിലേറ്ററിലോ ICUലോ ആശുപത്രി കിടക്കാൻ തന്നെയല്ലേ. അണ്ടി ആരണ്ട് തല്ലി പൊളിച്ചതല്ലേ നിന്റെ ഇളയ അമ്മായി അച്ഛൻ്റെ അണ്ടി ആരണ്ട് ചവിട്ടി പൊടിച്ച് ആശുപത്രി കൊണ്ടിട്ടിരിക്കുകയല്ലേ. ഇതല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അത് സത്യമാണോ അല്ലേന്ന് നോക്കിയാൽ പോരെ. ഞാൻ വെന്റിലേറ്ററിലാണോ ICUലാണോ എന്ന് ഞാൻ എടുത്ത് ചോദിച്ചാൽ ഇപ്പം എന്താടി കുഴപ്പമിരിക്കണം? അതാണോ നീ കൊണ്ടുപിടിച്ച ഒരു കുറ്റം? ഒരൽപ്പ വെളുപ്പ് അല്ലടി. ഞാൻ അറിയത്തോട്ട് ചോദിക്കുന്നു, വേറെ അവർ സംസാരിക്കുമ്പോഴത്തെ ഇങ്ങനെ പല്ല് മുഴുക വെളിയിലോട്ട് വന്ന് ഒരു ജാതി ഒരു വൾഗർ ഇതായിട്ട് സംസാരിക്കും. നിനക്ക് എന്തിടി അങ്ങനെ? നീ മനഃപൂർവ്വം വെക്കുന്നില്ല. ഇപ്പം നമ്മൾ സംസാരിക്കണം ഇതായിട്ട് സംസാരിക്കുന്നു. നമ്മൾ എത്രത്തോളം അടക്കി വയ്ക്കുക അത്രത്തോളം നമ്മൾ അടക്കി വയ്ക്കും. ഇതെന്തുവാടി? അതെന്താ ഒരു പ്രത്യേക തരം ഇതാണെന്ന്. അതെ, എനിക്ക് ഇത്രയും ഇതുണ്ട്, ഇത് വെച്ചിട്ട് നമുക്ക് ഒപ്പിക്കാം എന്ന് കാണിക്കാൻ വേണ്ടാണ്. ആ കയ്യില്ലാത്ത പനിയത്തവ കണ്ടപ്പോഴാണ് ചായക്കടയിൽ തേയില സഞ്ചി ഓർമ്മ വന്നത്. അല്ല, അതൊക്കെ അവരുടെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യയുടെ. കൈയില്ലാത്ത ഇട്ടെന്നും പറഞ്ഞിട്ടൊന്നും മോഡേൺ ആവുകയൊന്നുമില്ല. മോഡേൺ ആകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതൊന്നുമില്ല മോഡേൺഷിപ്പ് എന്ന് പറയുന്നത്. മനുഷ്യന് പൊതുബോധം കൂടും, അത്യാവശ്യം മറ്റുള്ളവരുമായിട്ടൊക്കെ സഹകരിച്ച് പോകുന്ന ഒരു നല്ല ടൈം വരും. അത്രയേ ഉള്ളൂ. ഇവൾ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ തുണി പറിച്ചെറിയുകയാണ് ഇസ്ലാം വിട്ടു പോകുന്ന പെണ്ണുങ്ങൾ ആദ്യം ചെയ്യുന്നത്. മിക്കവാറും പെൺകുട്ടികളൊക്കെ ചെയ്യുന്ന അതാണ്. തുണി പറിച്ചങ്ങോട്ട് എറിയുക. തുണി പറിച്ചെറിയുന്നതാണ് ഏറ്റവും നല്ല മതവിരുദ്ധത എന്നിവർ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അത് തുണി പറിച്ച് ആരെറിഞ്ഞാലും എല്ലാവർക്കും ഈ വർത്തമാനം തന്നെ കേൾക്കേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത. ഫൗസിയ എഡിറ്റ്സ് കിസ്സ ഹായ്. ഞാൻ നിങ്ങളുടെ അടുത്ത് സമയം വൈകുന്നേരം വരുന്നതിന് വരെ ഇപ്പോൾ പറയാതെ വന്നതെന്തെന്ന് അറിയാമോ? കേസൊക്കെ എന്തായി? മറ്റേ പുലിക്കുട്ടി വന്നില്ല. പുലിക്കുട്ടിയെ ഒരു ജൂനിയർ വക്കീൽ, എന്നിട്ട് വേറെ കുറേ വക്കീലന്മാരെ വിട്ടെന്ന് പറയണേ. എൻ്റെ വക്കീലാണ് നോക്കുന്നത്. ഞാൻ വക്കീലിനെ ഏൽപ്പിച്ച് ഞാൻ പോയില്ല. ഒന്നാമത് ഇവിടുന്ന് എങ്ങോട്ടും ഇപ്പോൾ യാത്ര ചെയ്യണ്ട എന്ന് കുറച്ച് ദിവസം വേണ്ട എന്ന് ഒരു തീരുമാനത്തിലെത്തി. കാരണം കണ്ടിന്യൂസ്ലി യാത്രകൾ മാത്രമായതുകൊണ്ട് ഞാൻ ടയേർഡായിടെ, എനിക്ക് വയ്യടെ. അതുകൊണ്ട് കേസ് ഞാൻ വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ലിയാഖത്ത് അലിയുടെ കേസും ഞങ്ങൾ വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാം വക്കീലന്മാരെ സബ്മിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യേ. ഹായ് ചേച്ചി, ഹായ്. മിനിയാന്ന് അരുണിനോടൊപ്പം ലൈവിൽ എന്തൊക്കെയായിരുന്നു പ്രഹസനം? 2 കൈയും കുലുക്കി. അതാ എൻ്റെ കൈ പൊട്ടി. ഇന്നിതാ 2 ആഴ്ച കൈ അനക്കാൻ പോലും പറ്റില്ല. ദൈവത്തിൻ്റെ ഒരു കളികൾ. അതാണ് ഞാൻ പറഞ്ഞത്. അവൾ പറയണ മുഴുക്ക നുണയാണ്. നമുക്ക് അവൾ അനങ്ങിയാൽ നമുക്ക് ഇൻഫർമേഷൻ തരാൻ ആളുണ്ട്. അപ്പോൾ ആ വിവരം നമ്മൾ കിട്ടുമ്പോൾ ഇവളിരുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല, ഇങ്ങനെയോ ഇല്ലാത്ത കഥകൾ പറയാൻ എന്തൊരു ഉത്സാഹമാണ്. ഇപ്പം ഞാൻ കുട്ടീനെ വിളിക്കാത്തെന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. അല്ലാച്ചാൽ മോൻ വന്ന് നല്ല ഉണത്തി വർത്താനണ്ട് കൊടുക്കണമെന്ന് അവൻ വെച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. പിന്നെ ഇവൻ്റെയൊക്കെ ലെവലിലേക്ക് താഴാൻ എൻ്റെ കുഞ്ഞിന് താല്പര്യം ഇല്ലാത്തതുകൊണ്ടും ഉണ്ടായിരിക്കുന്നതേ ഉള്ളൂ. ഷാഹിദയുടെ ചാനൽ പൂട്ടും? ഇല്ല. ആരാ പറഞ്ഞ ഷാഹിദയുടെ ചാനൽ പൂട്ടുന്നു? എന്തിന്? ചാനലൊന്നും പൂട്ടത്തില്ല. വൈദവേ, അത് ഞാൻ കാലത്തെ വിളിച്ചിരുന്നു. CWCയുടെ 2 സെക്ഷനുണ്ട്. അതിലൊന്നിലാണ് ഞാൻ വിളിച്ചത്. മറ്റതിൻ്റെ നമ്പർ ലൈൻ പോകുന്നില്ല. ഞാൻ വൈകുന്നേരം ഒന്നും കൂടെ ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ നാളെ വീണ്ടും റിപ്പീറ്റഡ്ലി ട്രൈ ചെയ്യാം. എനിക്ക് തോന്നുന്നു അത് ഫോർവേഡഡ് ആയി എന്നാണ് മനസ്സിലാവുന്നത്. ഇപ്പുറത്തെ സൈഡിലാണ് ഞാൻ വിളിച്ച് ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞ് അവർക്ക് കിട്ടിയിട്ടില്ല, അങ്ങോട്ടാണ് അയച്ചിട്ടുള്ളത്. എന്തായാലും ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൊടുത്ത കേസ് ഫോർവേഡഡ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് പോസ്റ്റൽ ത്രൂ എന്തോ ആണ് ഇങ്ങോട്ട് അയച്ചു കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് എടുക്കാനൊക്കത്തില്ല, കാരണം തിരുവനന്തപുരം ജില്ലയല്ലല്ലോ. അതുകൊണ്ട് ഷാഹിദ ഷാജിയുടെ വീട്ടിൽ പോയി അവൾ ക്ഷണിക്കുന്നത് കണ്ടു. നേരി എന്നെ വിളിച്ചെങ്കിൽ ഒന്ന് പോയിട്ട് വരാമായിരുന്നു. അവളെന്ന് പോയി കാണണമെന്നുണ്ട് എനിക്ക്. അവളെ ഞാൻ കണ്ട ഒരു 1.5 കണ്ണുകൾ തുണിയെങ്ങാനും പൊക്കി കാണിക്കുമെന്തോ. എനിക്കത് ഇഷ്ടമില്ല. പ്രത്യേകിച്ച് കൊച്ചുങ്ങളെ മുമ്പിൽ കളിച്ച് തുണിയൊക്കെ പൊക്കി കാണിച്ചാൽ മോശമല്ലേ. തുണിയൊക്കെ കാണിച്ചു കളയും. അങ്ങനെ ഒരു സ്വഭാവം കൊണ്ട് കാണുന്നില്ല. അയൽവക്കക്കാരൊക്കെ പറയുന്ന കേട്ടില്ലേ, അതുകൊണ്ടാണ് പോവാത്ത. സജിത മോൻ കേസെടുത്തോ? എന്താ അവളുടെ കോപ്രായം? കൊച്ചുങ്ങളെ വെച്ചുള്ള കോപ്രായം തീരും. അത് നമ്മളല്ലല്ലോ, ഒത്തിരി പേര് ഇടപെട്ടെന്നല്ലേ അറിയണത്. ഞാൻ തന്നെ ഫസ്റ്റ് കേസ് കൊടുത്തത്, പക്ഷെ ഒരുപാട് പേര് ഇടപെട്ടു എന്നാണ് അറിയണത്. ചില വിഷയങ്ങളെ
നമ്മൾ ഇടപെടണ്ട, അല്ലാതെ നാട്ടുകാർ തന്നെ അത് പരിപാലിക്കോളും. നമ്മൾ ഇടപെട്ടാൽ വലിയ മൂല്യമൊന്നും കിട്ടത്തില്ല. അതേസമയം നാട്ടുകാർ ഇടപെടുമ്പോൾ അടി അവൾക്ക് കിട്ടും. 6 വരി നോക്കി. ഹായ് ചേച്ചി. ഹായ് രേഷ്മ അച്ചു. ഇവളുടെ കേസ് പറയാനാണ് ഞാൻ വന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് കുറേ പ്രഹസനമുണ്ട്. അവളുടെ കൈമുട്ട് പൊട്ടിയതിൻ്റെ എക്സ്റേ എടുത്ത് അതും കൊണ്ടടി. പണം കുറേ ചിലവാകുന്നുണ്ടടി. നാട്ടുകാരുടെ പ്രാക്ക് വാങ്ങിക്കരുതടി. നാട്ടുകാരുടെ പ്രാക്ക് വാങ്ങിച്ചത് ഇതുപോലെ ഇരിക്കും. അതെല്ലാം പോയിട്ട് അരുണേട്ടൻ്റെ അച്ഛൻ്റെ അണ്ടി പൊട്ടിയ ആരടി ചവിട്ടി ഓടിച്ചത്? നീയല്ലേ പറഞ്ഞത് അവൻ്റെ ഏതോ വകയിലൊരു കൂട്ടുകാരനാണ് ആശുപത്രി കിടക്കണം. തന്തയ്ക്കാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ? ലീക്കത്തിൻ്റെ പൈസ കിട്ടിയോ? ഇല്ല. ഹായ് സുഖമല്ലേ? സുഖം. ഹായ് BS വേൾഡ്. സുഖമാണോ? സുഖം. പോയാലൊരു അടി കൊടുക്കണം പടച്ചോനെ. ഭവനപരത്തിന് ഞാൻ അകത്താകും. ചേച്ചി ലോങ് ടൈം നോ സീ. സുഖമാണോ അവിടെ? അതിനാണ് എനിക്ക് അങ്ങോട്ട് ചോദിക്കണം. ലോങ് ടൈം നിന്നെ നോ സീ. ഇപ്പം നീ വന്നിരുന്നിട്ട് ഞാൻ ഡെയിലി വരാറുണ്ട്. ഞാൻ ഇന്നലെയും മെനിങ്ങാന്ന് നോക്കുക ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. ഡെയിം പാസ്. ഐ ഹാവ് സ്റ്റേയും പാസ്. ജാള് പുലിയാണ്. നിങ്ങൾ ഈ പുലിയും പട്ടിയും പറയാതെ മനുഷ്യരാണെന്ന് പറയടേ. എന്തിനടേ നിങ്ങൾ പുലിക്കുട്ടി? കേരളത്തിൽ ഒരേ ഒരു പുലിക്കുട്ടിയേ ഉള്ളൂ. അത് KD വിമലയാണ്. KD വിമല, ലങ്ങേരുടെ കുറ്റി. ലിയാഖത്തിൻ്റെ പൈസ കിട്ടാൻ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. MP ജുമൻ കേസ് കൊടുത്തിട്ടുണ്ട്. അവളുടെ കൈ തളരണം. കള്ളക്കളി കാണിക്കുന്നത് നിർത്തണം. അവളുടെ കൈ തളരണോ ഇല്ലെന്നല്ല, ശാപങ്ങളുണ്ട്. നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ട് ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്നെന്ന് പറഞ്ഞാൽ ദൈവം പോലും നമുക്ക് കൂട്ട് നിൽക്കത്തില്ല എന്നുള്ളതാണ്. ഇന്നലെ ഇരുന്നുകൊണ്ട് അവൻ വിളിക്കുന്നത് മച്ചീ എന്ന്. നായ്ക്ക് പറഞ്ഞ എനിക്ക് കുട്ടി ഉണ്ടാവാതെ പോട്ടെ. അവനിക്കും കുട്ടി ഉണ്ടാവരുത്, അവൻ്റെ 10 തലമുറയ്ക്ക് കൊച്ചുകൾ ഉണ്ടാകരുത്. അപ്പം മനസ്സിലാകും ആ സ്ത്രീ അനുഭവിക്കുന്ന വേദന എന്താ. ഹായ് ഷെഫി. ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. താങ്ക് യു. ചായ കുടിച്ചു? ചായ ഞാൻ ചോദിച്ചിട്ട് തന്നില്ല. ഇവിടെ ഒരാളുണ്ട്, അയാൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ ചായ ചോദിച്ചാൽ പാടി തരും. ശശി നല്ല ക്യൂട്ടാണ്. ജാമിദ ടീച്ചർ അടിപൊളിയാണ്, പോളിയാണ്. അത് നമുക്കറിയാൻ ലത്തീഫേ. അവളുടെ ആകെ പൊളിഞ്ഞിരിക്കുകയാണ്. 1-2 പേരൊക്കെ ആണെങ്കിൽ നല്ലത്. ഒരുപാട് പേരൊക്കെ കയറിയാൽ പൊളിയൂലേ. പിന്നെ ആ പൊളി ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. നീ പറയണ്ട, നമുക്കൊക്കെ മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ഇരുപ്പുറകെ അതാ എന്നിരുന്ന് കണക്കുന്നത്. ഹായ് മറിയം. IKKPP. നാവായിക്കുളം റഷീദിൻ്റെ അടുത്താണോ ഷെഫീനത്തയുടെ വീട്? അങ്ങനെയൊന്നും ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ലടേ അഷ്റഫേ. ഉമ്മ അടുത്ത് ചോദിച്ചാൽ അറിയാം. റഷീദ് എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി പേര് റഷീദ് ഉണ്ടാവില്ലേ. ഞങ്ങളാണ് അവിടെ കുറച്ച് ഫേമസ് ഫാമിലി. ബാക്കിയുള്ളവരൊക്കെ ഞങ്ങളെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ അറിയുമായിരിക്കും, അല്ലാതെ അവരെ എനിക്കറിയത്തില്ല. അതുൽ വ്ലോഗിൽ ഒരു സാമൂഹ്യ പ്രവർത്തക കേസ് കൊടുത്തു പറയുന്നു. സജിതയ്ക്കെതിരെ വീഡിയോ ചെയ്ത എല്ലാവർക്കുമെതിരെ അവൾ സൈബർ സെല്ലിൽ കേസ് കൊടുത്തു എന്ന് പറയും. അതൊന്നും എടുക്കത്തില്ല. കാരണം സൈബർ സെല്ല് ഉടനെ കേസ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പുറം ഇപ്പുറം നോക്കും. എന്നിട്ട് ഏതാണോ കറക്റ്റ്. ഡ്രസ്സ് എടുത്തോ? ഇല്ലല്ല, ഞാൻ ഡ്രസ്സൊന്നും എടുക്കുന്നില്ല. അവന് കുട്ടികളുണ്ടാവാൻ കണ്ണൻ്റെ കിണ്ണം അവളുടെ കയ്യിലല്ല. എനിക്കറിയില്ല, ഞാൻ നോക്കാറില്ല. ഓക്കെ നോക്കാറില്ലെങ്കിൽ പിന്നെ ഇവിടെ വന്നിരുന്നുണ്ട് പൊളിഞ്ഞെന്ന് പറയണേ എന്തിന്? നിനക്ക് പിന്നെ എങ്ങനെ അറിയാം അവളുടെ അത് പൊളിഞ്ഞാ ഇല്ലെന്ന്? തന്നെ എനിക്കിഷ്ടമാണ്. എൻ്റെ നെയിം പറയുമോ? കബീറ റജീന. ഹായ് ബദരി. പണ്ടുള്ളവർ പറയും മക്കളെ കണ്ടും മാമു കണ്ടും കൊതിക്കരുത്. അത് അവൾക്കറിയില്ല. ആര്യ ഹുസൈൻ അടിപൊളി. അതെന്താടാ അവൻ്റെ മൂലം ആരെങ്കിലും മൂലം പൂരാടാക്കിയാണ് അവൻ്റെ. എന്താ ഇവന്മാരുടെ ഒക്കെ അടിയൊക്കെ പൊളിഞ്ഞു പോയ? മര്യാദയ്ക്കുള്ള ആരുമില്ല ലത്തീഫേ. അല്ല, ഇത് ചൊറച്ചിലാണ്. എനിക്കറിയില്ല. നീയല്ലേടാ പന്നി ഇവിടെ എഴുതിയിടുന്ന അടിപൊളി എന്ന്. അടിപൊളിഞ്ഞെന്ന് നീ എഴുതിയിട്ടിന് ഞാൻ മറുപടി അല്ലേടാ പറയണത്. എടാ പന്നി. എടി എന്തിരിച്ച് മോളെ, വെന്റിലേറ്ററിലല്ലടി. നിന്റെ അവനെ അടിച്ച് പൊട്ടിച്ച് അവൻ്റെ സുന പൊട്ടിച്ച് അവിടെ കൊണ്ടിട്ടിരിക്കുകയില്ലേ. നീ അവൻ്റെ സുനയുടെ ഫോട്ടോ എടുത്ത് പബ്ലിഷ് ചെയ്യും കാണട്ട്. അവൻ്റെ സുനായ്ക്കൊന്നും സംഭവിച്ചില്ല, നീ ഒന്ന് പൊട്ടിച്ച് പബ്ലിഷ് ചെയ്യടി. നിനക്കതല്ലേ നോട്ടം.
അതിലല്ലേ നാട്ടുകാർ കൈവച്ചത്. അടിച്ച് പൊട്ടിച്ച് വാരിയിൽ ഉടച്ചവിടെ കൊണ്ടിട്ടിരിക്കുന്നു. എന്നാലും തള്ളിനൊരു കുറവുമില്ല. എന്നിട്ട് നീ അത് സമ്മതിച്ചില്ലല്ലോ. അങ്ങനെ ഒരു ആക്സിഡന്റേ ഉണ്ടായില്ലെന്നല്ലേ നീ പറഞ്ഞത്. ഇപ്പൊ ആക്സിഡന്റ് ഉണ്ടായാ ഇല്ലേ? എന്നോട് 4000 സൈദയുടെ സഹോദരൻ ഇന്നലെ വീഡിയോ ഇട്ടിരുന്നു, സിനാൻ. പോലീസ് സ്റ്റേഷനിൽ അവൾ ബഹളം വെച്ചെന്ന് അവൾക്കെതിരെ കേസെടുത്തെന്ന്. അതിന് ബോധമില്ലടേ, അതാണ് സത്യം. അതിന് തീരെ ബോധമില്ല. ആ കുട്ടി ആകെ മെൻ്റലി ഡിസ്ട്രാക്റ്റ് ആണ്, അതാണ് പ്രശ്നം. താത്താ നിങ്ങൾ അടിപൊളി, അത് പറയില്ലത്. ഇപ്പോൾ ഒരുത്തനിക്ക് അടിപൊളി എന്ന് പറഞ്ഞിട്ട് ഒരുത്തന് കൊടുത്തോണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഹായ് ഷെഫീന, ഹായ്. ഫസ്റ്റ് ടൈം ആ ഒരു കമൻ്റ് ഇടുന്നത്. എൻ്റെ നാട് ഷാജിദാൻ്റെ അവിടെ. റബ്ബേ, ഇങ്ങനെയൊരു പെണ്ണ് ആ നാട്ടിൽ വേറെ ഇല്ല. രണ്ടും കൂടി ഇരുന്ന് തള്ളി മറിച്ച് ചിരിച്ചിടുന്ന കള്ളത്തരങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കും. താത്ത യു അഷീം, ഹായ് 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 ഹായ്. ഞങ്ങളുടെ ഗ്രൂപ്പിലും ഇതുപോലെ കുറേ എക്സ് മുസ്ലിംസ് വരാറുണ്ട്. എന്തെങ്കിലും നമ്മുടെ തലയിലൊക്കെ കയറി, ഹായ് മെറീന, എന്തെങ്കിലും നമ്മുടെ തലയിലൊക്കെ കൊണ്ടുവച്ചിട്ട് നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറയിക്കാൻ വേണ്ടി ഗ്രൂപ്പിലൊക്കെ വന്ന് കിടന്ന് വലിയ ഡയലോഗ് അടിക്കുന്ന കുറേ എക്സ് മുസ്ലിം ഞാൻ കണ്ടിട്ടുണ്ട്. എടാ, നിനക്കൊക്കെ എത്ര വിചാരിച്ചാലും തൊടാൻ പറ്റുന്ന ഒരു സ്റ്റേജിലുള്ള മനുഷ്യരല്ലേ ഇപ്പുറത്ത് നിൽക്കുന്നത്. ആ ബോധം നിനക്കൊക്കെ ഇല്ലാത്തത് കൊണ്ടാണ് നീ വീണ്ടും വീണ്ടും ഐഡിയകൾ കൊണ്ടുവന്ന് ഇറങ്ങുന്നത്. എന്തായാലും നിന്നെയൊക്കെ പോലെ ക്രിമിനലുകളോട് യുദ്ധം പിടിക്കാൻ ഇറക്കുമ്പോൾ അത്യാവശ്യം ഞങ്ങളുടെ ഭാഗം സേഫാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ സേഫ് ചെയ്ത് വെക്കുമല്ലോ. പിന്നെ നിന്റെ അടുത്തൊക്കെ ഈ എന്താ പറയണേ, വാദപ്രതിവാദത്തിന് വരിക എന്ന് പറയണത് യോഗ്യതയുള്ളവൻ്റെ അടുത്തല്ലേ സംവദിക്കാൻ പറ്റൂ. ഇപ്പോൾ 10ാം ക്ലാസ്സും കുസ്തിയും പിടിച്ചിരിക്കുന്ന ഒരുത്തൻ്റെ അടുത്ത് പോയിട്ട് അവിടെ നാസയിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ പറ്റുമോ? നാസ ലെവലിലുള്ള അല്ലെ അവിടെ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും എഞ്ചിനീയർ ലെവലിലുള്ള ഒരു കാര്യം ഈ 10ഉം കുസ്തിയായിട്ടിരിക്കുന്ന നിന്റെ അടുത്തൊക്കെ വന്ന് സംസാരിച്ചിട്ട് കാര്യമുണ്ടോ? അരയും കുറയും അറ്റവും മൂലയും മാത്രം മനസ്സിലാക്കിക്കൊണ്ട് വന്നിരുന്നിട്ട് മതത്തിനെ പറ്റി മോശം പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കുമെന്നോ അല്ലെങ്കിൽ കുറേ തെറി വിളിക്കുമെന്നൊക്കെ തോന്നിയാലേ ഒന്നും പറയാനില്ല. പണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു സംഘി വന്ന് കയറി വാട്സപ്പ് കൂട്ടായ്മയിൽ. എന്നിട്ട് അവൻ എൻ്റെ മകനെ ചേർത്ത് വെച്ചിട്ട് പച്ച തെറി വിളിച്ച്. അപ്പം ഞാൻ തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമാണ്, അവൻ്റെ ഫോട്ടോയിൽ എൻ്റെ കുട്ടികളുണ്ടായിരുന്നു. ഈ കുട്ടികളെയും കൂടെയാണോ ഈ കുട്ടികളെയൊക്കെ ഉപയോഗിച്ചാണോ നീ ബിസിനസ് നടത്തുന്നതെന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. എന്നെയാണ് ആദ്യം പറയുന്നത്. എവിടെയും എന്നെ ആദ്യം പറയുമ്പോഴേ ഞാൻ തിരിച്ചു പറയുള്ളൂ. ഇത് കാദർ കരിപ്പൊടി എടുത്തു കൊണ്ടുപോയി അവൻ്റെ ചാനലിട്ട് കാദർ കരിപ്പൊടിയുടെ മകനെ ഞാൻ പറഞ്ഞു, മക്കളെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. എല്ലാ കാലവും എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ലെന്നുള്ള തെളിവാണ് അവൻ കള്ളനാണെന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാകുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പം സംജാതമായത്. അപ്പം എന്ത് മനസ്സിലായി ഇതിൽ നിന്ന്? എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വസ്തുത. പെരുന്നാളിന് ഡ്രസ്സൊക്കെ എടുത്തോ? നിങ്ങൾ എടുത്തെങ്കിൽ എടുത്തടേ, ഞാൻ എടുത്തില്ല. പെരുന്നാളൊന്നുമില്ല നമുക്ക്. ഹായ് ചേച്ചി, ഹായ് ബീന സജി. ഉടുപ്പൊക്കെ ആവശ്യം വരുമ്പോഴാണ് എടുക്കണം, അല്ലാതെ ഇങ്ങനെ പെരുന്നാൾ അങ്ങനെയൊന്നിനും ബർത്ത്ഡേ അതിനൊന്നും എടുക്കത്തില്ല. ഒരു ഉടുപ്പ് തീരെ ഇല്ലെങ്കിൽ പോയി ഒരു 5-6 ജോഡി എടുക്കും. അതിന് വലിയ ഫങ്ഷൻ അങ്ങനെയൊന്നും നോക്കാറില്ല. ഇപ്പോൾ റീസെൻ്റ്ലി പോയിട്ട് 4-5 ഉടുപ്പ് എടുത്തതല്ലേ ഉള്ളൂ. അതൊക്കെ മതി. നിങ്ങളെ എനിക്ക് നേരിൽ കാണാൻ കൊതിയുണ്ട്. ഫാമിലി ആയിട്ട് ഞങ്ങൾ വരും. ഓക്കെ ആയിക്കോട്ടെ. ലൈക്ക് ഇടിക്കും മക്കളെ. അതൊന്നും വേണ്ട. ഞാൻ കല്ലമ്പലമാണ്, അറിയുമോ? സിന്ധു കുഴിവിള ഫോട്ടോ ഒന്നും കാണാതെ എങ്ങനെയാണ് കൊച്ചേ ഞാൻ നിങ്ങളെ കാണുന്നത്? കല്ലമ്പലമാണെന്ന് പറഞ്ഞാൽ കല്ലമ്പലം ഒരു ചെറിയ സ്ഥലമാണോ? ഹസീന കബീർ, ഹായ് ഷെഫീന, ഹായ് 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 ഷെഫി മുത്തുമണി. സമൂന നിസാം, ഓക്കെ. ഫത്തലു, ഹായ് 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 എവരിവൺ, ഹായ് 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 ഹായ്. കഴിക്കൊന്നും പറയണ്ട. 4003 4004 തിരിച്ചറിയാൻ പറ്റൂല. അണ്ടിക്ക് കാവലിരിക്കുകയാണ്. ഈ അണ്ടിക്ക് കാവലിരുന്നിട്ടാണ് ഈ വർത്താനം. 4004 3 തിരിച്ചറിയാത്തവനാണ് വരാൻ പോണത്. 4004 എന്തരടി മൂക്കിലെന്തരടി പോത്തിന് വള്ളി ഇട്ടിരിക്കുന്ന മൂക്കിലുണ്ട്. പോത്തിന് വള്ളി ഇട്ടിരിക്കുന്നതാണ് കൊറണം. പോത്തിന് മൂക്ക് കയറിടുന്നത് ഇങ്ങനെയാണ്. മൂക്കിനൊരു വള്ളി ഇട്ടിട്ട് അത് ഇട്ട് പിടിക്കും. എനിക്ക് നിങ്ങളെ നല്ല ഇഷ്ടമാണ് കേട്ടോ. കമൻസ് കൂടുതൽ ഇടാറില്ല, പക്ഷെ ലൈക്ക്
കൈ കിട്ടിയതിന് എന്താ അഭിപ്രായം പറയാനുള്ളത്? ആ വന്ന് വെപ്പാട്ടെ. അതല്ലേ എക്സ്റേ ഉണ്ട് 4/1/2000 അതായത് 4/6/2025 അത് സഹിതം കാണിച്ചു. എടി നിനക്ക് സത്യമായിട്ട് തലയ്ക്ക് സ്ഥിരതയില്ലെന്നേ ഞാൻ പറയുള്ളൂ. 4/5/2006 ഇല്ലേ അതിന് മുമ്പോ ആവട്ടെ എപ്പോഴാവട്ടെ നീ വീണ് ഒടിഞ്ഞെന്നല്ലേ ആ കുട്ടികൾ പറഞ്ഞത്. അത് കറക്റ്റ് അല്ലേ? നീ പറഞ്ഞ കള്ളത്തിന് നീ തെളിവ് കൊണ്ടുവയ്ക്ക്. പ്രിയയ്ക്ക് ഗർഭപാത്രം ഇല്ലാന്ന് നീ പറഞ്ഞില്ലേ, നീ തെളിവ് വയ്ക്ക്. അവളുടെ ഗർഭപാത്രം ക്യാൻസർ ആയിട്ട് മുറിച്ച് കളഞ്ഞു എന്നാ പറഞ്ഞേ. എന്നാ പിന്നെ നീ ഒന്ന് തെളിവ് വയ്ക്കടി. ഞങ്ങൾ വെച്ച തെളിവിൽ നീ ഒന്ന് ചാടിയില്ലേ? ദേ ഇതാണ് തെളിവ്. കൃത്യമായി തെളിവ് കൊണ്ടുവന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഹായ് ഉത്തര, ഇതാണ് തെളിവെന്ന് പറയുന്നത്. നിന്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട്, നീ ഒടിയേ ചതയേ മുറിയേ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ആ പന്ന മോൻ്റെ തന്തയുടെ സുന ആളുകൾ ചവിട്ടി പൊട്ടിച്ച് ആശുപത്രി കൊണ്ടിട്ടിട്ടുമുണ്ട്. ഇത് രണ്ടുമല്ലേ ഞങ്ങൾ പറഞ്ഞത്? തെളിഞ്ഞില്ലേ? നീ കോപ്പി പേസ്റ്റാണ് വരയ്ക്കണേന്ന് നിന്റെ ഒപ്പം അപ്പി ബൈജുവും ആ പറഞ്ഞ കാമിതയും വന്ന് നിന്ന് പറയുന്നിടത്ത് തന്നെ ഉണ്ട് കാർബൺ കോപ്പി വെച്ച് വരച്ചുണ്ടാക്കുന്നതാണെന്ന്. കോടിക്കണക്കിന് രൂപയുടെ വീട് കാണാനായിട്ടാണ് വന്ന്, 60 കോടിയുടെ വീട് കാണാനായിട്ടാണെന്നൊക്കെ വന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സംഭവമേ ഒരു കൊച്ചു വീടാണെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നീ പോസ്റ്റ് ഇട്ട് നീ വീട് വെക്കാൻ വേണ്ടി കല്ലിട്ടെന്ന് കുറേ പൈസ കിട്ടുമെന്ന് വിചാരിച്ച്. ആ സമയത്ത് അത് കള്ളമാണെന്നും പഴയതാണെന്നും അത് കൊടുത്ത കൺസ്ട്രക്ഷൻ കമ്പനിയുടെ സൈറ്റിൽ പോയി കൃത്യം ഡേറ്റ് വെച്ച് ഞങ്ങൾ പബ്ലിഷ് ചെയ്ത് അതും ചീറ്റിപ്പോയി. ഉടനെ ഇരുന്നുകൊണ്ട് മോങ്ങി. പിന്നെ ആത്മഹത്യാ നാടകം. എന്നിട്ട് നിന്റെ കയ്യിലെ മുറിവൊന്നും ഞങ്ങൾ കണ്ടില്ലല്ലോ. ഒരു ചാനലുണ്ട് വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന അലവലാതി ചാനൽ. അത് വന്നിരുന്നു കൊണ്ട് നിന്റെയൊക്കെ വായ്ത്താളെടുത്ത് പബ്ലിഷ് ചെയ്യുന്നെങ്കിൽ അവരുടെ ഒരു ഗതികേടും അവരുടെ ആ ഒരു ക്രെഡിബിലിറ്റി എവിടം വരെ ഉണ്ടെന്നുള്ളത് തെളിവാണത്. ഒരു അല്പം ബോധമുള്ളവർ നിങ്ങളെ വന്ന് ചാനലിൽ വന്ന് എടുക്കുമോ? അത് മാത്രമല്ല എന്തൊരോ ഭയങ്കര സംഭവം. ഇപ്പോൾ എവറസ്റ്റ് കൊടുമുടി കയറി കണക്കുള്ള ഓണർഷിപ്പാണ് ആത്മഹത്യ നാടകം കാണിച്ചൊക്കെ കൊടുക്കുന്നത്. 1 2 വട്ടം 3 വട്ടം ആത്മഹത്യ, എന്നിട്ട് ചാവാത്തൊരുത്തി. അതെന്തരടി നീ? എന്നിട്ട് കിണിച്ചത് ഞാനിനി വട വരയ്ക്കുന്നില്ല കിഞ്ഞ വായ കണ്ട ഒരൊറ്റ അടി തരാനാ തോന്നുക. കേരളത്തിൻ്റെ പെൺപുലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്തായ ഒരു ആരാധകൻ. ഹായ് ഹൈത്ത ചിരിച്ചൊരു വൈക്കായ്മത്ത്. ചാനലുകാർക്ക് അങ്ങോട്ട് പൈസ കൊടുത്തിട്ടുണ്ടാവും. അത് ന്യായമായ ഒരു കാര്യം. ആരം കഴിച്ചതിൽ പേര് വിളിക്കുമോ? തീർത്ഥ. ആയി തീർത്ഥ, അത് സത്യമാണ് ഉത്തരവാണി. അങ്ങനെ എന്തെങ്കിലും ചാൻസസ് ആർ ദയർ. പൈസ അങ്ങോട്ട് കൊടുത്തു. അല്ലെങ്കിൽ പിന്നെ ഇവരെന്തിനാ ഓടിക്കൊണ്ടുപോയി അവളെ ഇന്റർവ്യൂ എടുക്കുന്നത്? എന്തോ ഇപ്പോൾ ഇവളെന്തോന്ന് ഇവിടെ സാധിച്ചെന്നാണ്. ഇവളെന്തൊക്കെയോ ഭയങ്കര സംഭവമാണെന്നങ്ങ് സ്വയം വിചാരിക്കണം. 750 ഫോട്ടോ വിറ്റപ്പോൾ വീട് വെക്കാൻ എങ്ങനെ പറ്റും? വേറെ വല്ല ഫോട്ടോയും കൂട്ടത്തിൽ വിറ്റിട്ടുണ്ടാവും. അല്ല, നിങ്ങൾ തന്നെ അതിൻ്റെ കാൽക്കുലേഷൻ എടുത്ത് വെക്ക്. കുൽക്കുലേഷൻ 16.5 ലക്ഷം രൂപ എന്നാണ് പറയുന്നത്. 16.5 ലക്ഷം രൂപ കറക്റ്റ് കുൽക്കുലേഷൻ വന്നോ ഇല്ലയെന്ന് നിങ്ങൾ നോക്കും. പിന്നെ ഇന്നലെയും മെനങ്ങാന്നൊക്കെ വേറെയൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അയ്യോ, ഒരു അപാര തൊലിക്കട്ടിയാണ് കേട്ടോ ഈ സ്ത്രീക്ക്. അപാര തൊലിക്കട്ടി, ഒന്നും പറയാനില്ല. Hi, I love you so much. Hi. 17 ലക്ഷം രൂപയാണെന്നോ 18. അതിന് ഉത്തരം എന്തോ ഒരു കണക്ക് പറയുന്നുണ്ടായിരുന്നല്ലോ വീട് വെക്കുന്നതിൻ്റെ. അത് ഞാനൊരു കൊച്ചു വീടാണ് വെച്ചേട്ടാ. ഒരു മുറിയും ഒരു ഹാള് പോലെ, അത്രയേ ഉള്ളൂ. 800 സ്ക്വയർ ഫീറ്റ്, ചെറുതാണ്. ഒരു ബാത്റൂം, ചെറിയൊരു കിച്ചൺ, അത്യാവശ്യം ഒരു കയറി വരുന്ന ഇടം, പിന്നെ അല്ലാണ്ട് ഒരു ഡൈനിങ് ഏരിയ. ഇത്രയും വെച്ചതിന് എനിക്ക് 5 ലക്ഷം രൂപയായത്. ഞാൻ വീട് വെച്ചത് 5 ലക്ഷം രൂപയ്ക്കാണ്. പക്ഷെ അത് 2009 ഉള്ളൂ. 3 രൂപയ്ക്ക് തീരേണ്ടത് 5 തീർന്നു. ലിപ്സ്റ്റിക് ഷെയ്ഡ്. ഇത്തയുടെ മൂക്കുത്തി ഒന്ന് കാണിക്കുമോ? എന്നാ മതിയാ? ഇപ്പോൾ ഒരു സമാധാനമായില്ലേ മൂക്കുത്തി കണ്ടപ്പം? കൊള്ളാവോ? താടിയുള്ളത് അവരുടെ ഹസ്ബൻഡാണ്. അല്ലെന്നല്ലേ അവർ ചാനലിൽ പറയുന്നത്. അത് അവരുടെ ഹസ്ബൻഡ് അല്ല, നാട്ടുകാരാണ് അവളെ ഹസ്ബൻഡാക്കിയത്. അവൻ്റെ മടിയിലിരുന്നേ വർത്താനം പറയുള്ളൂ. അവൻ്റെ കൂടെ കിടക്കുക, അവൻ്റെ കൂടെ നടക്കുക, കെട്ടിപ്പിടിക്കുക, ഉമ്മം വയ്ക്കുക. അവൻ വേറെ രീതിയിലുള്ള ആംഗ്യമൊക്കെ കാണിക്കുന്നുണ്ട്. കല്യാണം കഴിക്കാത്ത ചെറുക്കൻ ഏതാണ്ടൊക്കെ സെക്ഷൽ ആംഗ്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇവളുടെ മുമ്പിൽ വെച്ചിട്ട്. പിന്നെ അത് നല്ല സഹോദര ബന്ധമാണ്. നമ്മൾ വിശ്വസിച്ചാൽ പോരെ. കൊള്ളാം, അടിപൊളിയായിരിക്കുന്നു. ഒരു ഹായ് തരുമോ? പിന്നെന്താ സാലി? ഹായ്.
എളമക്കര പന്നക്കൽ ഭാഗത്ത് ഒരു സിംഗിൾ റൂം വേണം. അതിനാ എന്ത് വാടി എന്ത് വാ ഇതെന്താ ലൈവ് സ്ക്രീനിൽ വേറെ കമൻസ്? ഞാൻ ലൈവിൽ കുറേ വൃത്തികേട് കമൻസ് ഇന്നലെയൊക്കെ വന്നില്ലേ, അപ്പോൾ അവരെയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതാണ്. അപ്പം ഈ ലൈവ് കമൻസ് അവിടെ കിടക്കും, അത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലീസ്. ഈ മോശം കമൻറ്റ് ഇടുന്നുണ്ടല്ലോ, വൃത്തികേട് കമൻറ്റ് ഇടുന്നു, അവർക്കുള്ള ഇൻഡാസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. കേരളത്തിൽ നിങ്ങളെ പോലെയുള്ളവരാണ് അനിവാര്യമെന്ന്. ഓക്കെ, ഹായ് സഫീനത്ത, ഹായ് വാനമ്പാടി. ആരെക്കുറിച്ചാണ് ചേച്ചി പറയും? കണ്ണൻ്റെ കിഞ്ഞ അനഞ്ഞേറ്റാ ഇങ്ങനെ അനഞ്ഞേറ്റാ, അതിനെ പറ്റിയ ചായ കുടിച്ചോട്ടെ, ചുമ്മാ ഇരിയടേ, ആഗ്രഹിപ്പിക്കാതെ, ഞാൻ മിണ്ടാതല്ലേ ഇരിക്കുന്നത്. സീനത്ത് എന്തൊരു സീനത്ത് ചേച്ചി ലൈക്ക് ഇവിടെ ലൈക്ക് ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾ അവിടെ ലൈക്ക് ചെയ്യൂ, അതൊരു പ്രയോജനമുള്ള കാര്യമാണ്. ഇത്ത ഷഹബാസ് മോൻ്റെ കൊലയാളികൾക്ക് പഠിക്കാൻ അവസരം, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? വളരെ മോശപ്പെട്ട ഒരു രീതി തന്നെയാണ്. അതെന്താണെന്ന് അറിയാം, അണ്ടർ ഏജിലുള്ള കുട്ടികൾക്ക് പ്രിവിലേജ് ഉണ്ട്. ഇപ്പോൾ ആ പയ്യൻ എന്നെ വിളിച്ച് തെറി വിളിച്ചില്ലേ, ആ കുട്ടി എന്നെ പറ്റി മോശം പറഞ്ഞില്ലേ, എനിക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല, കാരണം അണ്ടർ ഏജാണ്. പണി കൊടുക്കാൻ പറ്റും, കേസ് കൊടുക്കാം, എൻ്റെ ഉമ്മായിൽ നിന്ന് അവനെ പിരിച്ചു കൊണ്ടുപോകാം, അങ്ങനെ കുറേ സർക്കസുകൾ കാണിക്കുക എന്നതിനപ്പുറം പണിഷ്മെൻറ്റ് കൊടുക്കാൻ ഒക്കത്തില്ല. അണ്ടർ ഏജുള്ള കുട്ടികൾക്ക് പ്രിവിലേജ് ഉണ്ട്. നിർഭയ കൊലക്കേസ് അറിയാമോ? അല്ലെ പെൺകുട്ടിയെ 10-11 പേര് ചേർന്ന് ബലാത്സംഗം ചെയ്ത് കൊന്നില്ലേ, അതിൽ റോഡ്, ഈ നമ്മളെ ഗിയർ മാറ്റുമ്പോൾ ഉള്ളൊരു ഇതുണ്ടല്ലോ റോഡ്, അത് കുത്തിയൊക്കെ കയറ്റി അവളുടെ വജൈനയിൽ കൂടെ അമ്മാതിരി ബ്രൂട്ടലി ആ പെണ്ണെ റേപ്പ് ചെയ്ത് ആ കുട്ടിയുടെ മരണ കാരണം തന്നെ അതിനകത്ത് ഉൾപ്പെട്ട 17 വയസ്സുകാരനാണ്. ഒരു 17 വയസ്സുകാരൻ നിർഭയ കൊലക്കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവനാണ് ഏറ്റവും ബ്രൂട്ടലി ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്തത്. വജൈനയിലൂടെ കുത്തിക്കയറ്റിയ റോഡ് കാരണം അവളുടെ ഇൻഡസ്ട്രിയിൽ, അതായത് ഉള്ളിലേക്കുള്ള കുടൽ ഭാഗങ്ങളെല്ലാം കീറുകയും അതിൽ കൂടെ രക്തസ്രാവം വന്നാണ് ആ പെൺകുട്ടി മരണപ്പെട്ടു പോകുന്നത്. ബ്രൂട്ടൽ റേപ്പും അതിനോടൊപ്പം നടന്ന ഈ ഒരു സാധനമാണ് അവളെ കൊലയ്ക്ക് കൊടുത്തത്. പക്ഷേ ആ ചെറുക്കനെ അവർ ശിക്ഷിച്ചില്ല. പകരം ബാക്കി എല്ലാവരും ഏകദേശം സൂയിസൈഡ് ചെയ്തു, അല്ലാതെ തത്തു, എങ്ങനെയൊക്കെ ചത്തൊടുങ്ങി. പക്ഷേ ഈ ചെറുക്കനെ മാത്രം അവർ സേഫ് ചെയ്തു. മാത്രമല്ല പുറത്തിറങ്ങിയപ്പോൾ അവന് ഇത്ര പൈസയും കൊടുത്തു, അവനൊരു തയ്യൽ മെഷീൻ വാങ്ങിച്ചു കൊടുത്ത്, അവന് ജീവിക്കാനുള്ള പെർമിഷനും കൊടുത്തു. നമ്മുടെ നിയമം അവിടെ വല്ലാത്തൊരു നിയമമാണ് അവിടെ ഉണ്ടാക്കിയെടുത്തതെന്ന് എനിക്ക് മനസ്സിലായത്. ഈ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നൊക്കെ പറഞ്ഞ് ഇതിനകത്ത് കയറി കുത്തിയിരിക്കുന്നവർ രണ്ടാമത് 10 വയസ്സിനുള്ള അണ്ടറിലുള്ള കുട്ടികളെ റേപ്പ് ചെയ്യപ്പെടുമ്പോൾ കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ കൊന്നുകളയാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ നഷ്ടപ്പെട്ട പെൺകുട്ടികൾക്ക് യാതൊരു നീതിയുമില്ല. നീതി നിഷേധമാണ് അവിടെ നടന്നത്. അതിനെന്ത് ചെയ്യാൻ പറ്റും? അണ്ടർ ഏജിലുള്ളവർക്ക് അങ്ങനെ ചില കൺസെഷൻസ് ഉണ്ട്. ഞാൻ ഈ മലപ്പുറം ഭാഗത്ത് ഞാൻ പറഞ്ഞ ഈ റീസെൻ്റ്ലി ഒരു പെണ്ണുമ്പിള എന്നെ പറ്റിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെക്സ്റ്റൈൽസ് ഷോറൂമിലൊരു സ്ത്രീ, ആ പെണ്ണുമ്പിളയുടെ മകൻ വീട്ടിലാണ്, അതിനെ +2 വിടുന്നില്ല. കാരണം പോക്സോ കേസ് ഉണ്ട് ചെറുക്കൻ്റെ പേർക്ക്. അവൻ കൂടെ പഠിക്കുന്ന കുട്ടികളെ അടിക്കുകയും തൊഴിക്കുകയൊക്കെ ചെയ്തതിൽ അവരെല്ലാവരുടെ കൂട്ടം ചേർന്ന് ഈ ചെറുക്കനെ തല്ലിയിട്ടുണ്ട്. അപ്പം മലപ്പുറം സൈഡിൽ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നുള്ളതിന് എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുമ്പോൾ മക്കൾ ചെയ്യുന്ന ഈ ദുഷ്പ്രവർത്തികളെ അമ്മമാരോ വാപ്പാമാരോ ഒന്നും വിലക്കാതെ അവരുടെ വഴിക്ക് അങ്ങനെ കയറൂരി വിടുന്നതിൻ്റെ ബാക്കി പത്രമാണ് ആ കുട്ടിക്ക് മരണം. തലയ്ക്ക് ഭാരം മൂക്കുന്ന ഉമ്മ എന്നും പറഞ്ഞ് അത് വന്ന് പറയുമ്പോൾ ആ ഉമ്മയുടെ നിസ്സഹായാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. നമ്മുടെ കുഞ്ഞ് ആയുസറാതെ മരിച്ചു പോകുന്നത് എന്തൊരു വേദനയുള്ള കാര്യമാണ്. അടികൾ കൂടുമ്പോൾ ഇപ്പോൾ എൻ്റെ മകനും സ്കൂളിൽ എന്തെങ്കിലും ചെറിയ വഴക്കുണ്ടെങ്കിൽ ഞാൻ പോയി അത്രയും കാലി പിടിക്കും. കാരണം നമ്മുടെ കുട്ടിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് നമ്മൾ അപ്പോൾ അവിടെ ഒരു രീതിയിലുള്ള കറക്റ്റ്നെസ് നോക്കരുത്. നമ്മുടെ കുഞ്ഞിൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ നമ്മൾ അതിനകത്ത് കൃത്യമായി അവനെ നാണം കെടുത്തിക്കൊണ്ട് തന്നെ മറ്റുള്ളവരെ മുമ്പ് നമ്മൾ മാപ്പ് അപേക്ഷിക്കണം. അപ്പോഴേ കുട്ടികൾ തിരിച്ചു വരുള്ളൂ, മറിച്ച് ചിന്തിക്കുകയുള്ളൂ. നമ്മൾ തന്നെയാണ് ഉത്തരവാദികൾ. കയറൂരി വിടരുത് കുട്ടികൾ. ആ കുട്ടി ആ കുടുംബത്തിൻ്റെ അത്താണിയാവേണ്ടതല്ലായിരുന്നു, പാവം കൊച്ച്. അവന്മാർക്കൊന്നും മാപ്പേ കൊടുക്കാൻ പാടില്ലെന്നാണ് എൻ്റെ ഭാഗം. മാത്രമല്ല സൊസൈറ്റിയിൽ അവന്മാരെപ്പോഴും ഒരു ത്രെട്ടാണ്. ഇങ്ങനെ അവർക്ക് ലാഭമായി അവരെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പാർട്ടിക്കാരാണെന്ന് പറയുന്നുണ്ടല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ CPM ഇത്രയധികം ക്രിമിനലുകളുടെ ഒരു പാർട്ടിയാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇത്രയും ക്രിമിനലുകൾ ഇതിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. എല്ലാവരും പാർട്ടിയെ സ്വാധീനിച്ച് പാർട്ടിക്കൊപ്പം നിൽക്കുന്നതിൻ്റെ കാരണം തന്നെ അത്യാവശ്യം അവരുടെ ക്രിമിനൽ ആക്ടിവിറ്റീസ് മറയ്ക്കാനാണെന്ന് തോന്നിയിട്ടുള്ളത്. ഷഹബാസ് എന്ന പയ്യൻ എന്നും ഒരു വേദന തന്നെയാണ്. അവൻ മാത്രമല്ല, ആ പ്രായത്തിലുള്ള ഏത് കുട്ടികളായിരുന്നാലും നമുക്കും ആ പരുവത്തിൽ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ടുള്ള വേദനയാണ്. സ്കൂൾ പോകാൻ മടി മാറാൻ മരുന്നുണ്ട്. ഉണ്ടല്ലോ. ഒരു കൊല്ലം അങ്ങ് തോറ്റാൽ മതി.
തോൽക്കുമ്പം നമുക്ക് താഴ്ന്നുള്ള കുട്ടികളുടെ കൂടെ ഇരിക്കുകയും നമ്മളുടെ കൂടെ പഠിച്ചവർ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ആ ഒരു വിഷമം ബോധ്യപ്പെടുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക് സ്കൂളിൽ പോയിക്കോളൂ. മനസ്സിലായോ? അതാണ് ഏക വഴി. ഞാൻ മലപ്പുറം ചമ്രവട്ടം ആണോ? ഷഫീർ അബ്ദുൾ തരാം മോനെ, മറുപടിയുണ്ട്. അതെ ഇത്താക്ക് എൻ്റെ ഉമ്മ വേണ്ട, എന്താണെന്നറിയില്ല, നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്. സിന്ധു വേൾഡ് എന്ന് പറഞ്ഞ് ഒരുവൾ ഇറങ്ങിയിട്ടുണ്ട് ഇത്ത യൂട്യൂബിൽ. ഇങ്ങനെ ഓടിക്കുമ്പോൾ കണ്ടതാ, പക്ഷെ അവളെ വീഡിയോ കാണാൻ വേണ്ടി പോയതല്ല. എന്തോ അവളെ കാണുമ്പോൾ തന്നെ കൊല്ലാൻ തോന്നുന്നു. അതെന്തിനാ? ഇത്ത കണ്ട ഏജ് തോന്നിക്കില്ല, എന്നാലും എത്ര ഏജ് ഉണ്ടാവും? സ്കിൻ കെയർ റൂട്ടീൻ. ചേച്ചി നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണ്? ഞാനും മക്കളുമാണ്. ഇത്ത ആങ്ങളയുടെ സ്നേഹം കാണുമ്പോൾ കെട്ടിയോനെ ഓർക്കാൻ അവൾക്ക് നേരം ഉണ്ടാവില്ല. കെട്ടിയോനും പൈസ ലാഭം അല്ലേ, അവൻ മാക്സിമം ഒറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല മറിയം, അവൻ ജയിലില്ല, സലീം ജയിലില്ല, അതാണ്. ഹായ് ഷെഫീന, ഞാനിവിടെ ഉണ്ട്. ഹായ് കുഞ്ഞോൻ, ഒത്തിരി ആളല്ല കണ്ടിട്ട്. സലീം എന്ന് പറയുന്നവൻ ജയിലിനകത്താണ് ഉള്ളത്. കഞ്ചാവ് കച്ചവടത്തിൽ പിടിച്ചിട്ട് അവൻ ജയിലിലാണ് ഉള്ളത്. ഇത്ത പെരുന്നാൾ ആശംസകൾ എല്ലാവർക്കും, എൻ്റെയും പെരുന്നാൾ ആശംസകൾ. ഇത്തക്ക് 30 എബവ് ഏജ് ഉണ്ടോ? തീരെ തോന്നിക്കുന്നില്ല. സ്കിൻ കെയർ റൂട്ടീൻ പ്ലീസ്. സപ്പോർട്ട് ഫോർ ഇസ്രായേൽ ഫ്രം സൗദി അറേബ്യ. പെരിന്തൽമണ്ണ കേട്ടിട്ടുണ്ട്. ഹായ് ഇത്ത, ഹായ്. എന്തെങ്കിലും സഹായം ചെയ്യൂ ഷെഫീന. എന്ത് സഹായം? ഷെഫീന സുന്ദരിക്കുട്ടിയായല്ലോ, ഒരുപാട് ഇഷ്ടം ഇത്ത. അപ്പോൾ ഗൾഫിലുള്ള ഭർത്താവ് ആരാ? ഹായ് അമ്മ, ഗൾഫിലുള്ള ഭർത്താവാണ് സലീം. അവനാ ജയിലിലെന്ന് പറഞ്ഞ്. അവൻ ജയിലിലാണ്, കഞ്ചാവ് കേസിൽ ജയിലില്ല. അല്ലെങ്കിൽ അവൻ നാട്ടിൽ വരാത്തതെന്ത്? അവൻ ജയിലിലാണെന്ന് അറിഞ്ഞ്. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കഞ്ചാവ് കേസിനൊക്കെ അകത്തായി പോയി 50-60 വർഷം അതിനകത്ത് കിടക്കേണ്ടി വരും. അങ്ങനെ അവൻ ജയിലിലാണ് ഉള്ളത്. അവന് നാട്ടിൽ വരാൻ പറ്റത്തില്ല. അവനെ ജയിലിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. ദുബായിലാണ്, ദുബായിൽ. ജസ്ന ബിഗ് ബോസിൽ ഉണ്ടെന്ന് കേട്ടു, സമ്മർ മീഡിയ പറഞ്ഞു. കാണും. ജസ്ന കാണും, രേണു സുധി കാണും. വേറെ ആരാ ഉണ്ടാവുക? ഇവരൊക്കെ ഉണ്ടാവും. അവളുടെ ഡാൻസ് രാത്രി സൂപ്പർ ചാറ്റ് എന്ന് പറഞ്ഞു. അവൾ ലൈവ് ഇടുന്നു. മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പറഞ്ഞു വരുന്നത് സിന്ധു വേൾഡ്. ഹായ് ഷെഫീന, പെരുന്നാൾ ആശംസകൾ. ചേച്ചി ഈ ബാഡ് കമൻറ്റ്സ് ഇടുന്നവൻ്റെ സുനാ ചെത്തിക്കളെ. ഒന്നും വേണ്ട, അത് നോട്ട് ചെയ്യുന്നുണ്ട്. അത് കൃത്യമായി പരിഗണിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. ഇവിടെ വന്ന് ബാഡ് കമൻറ്റ് ഇടുന്നവർക്കുള്ള പരിഗണന നമ്മൾ കൊടുക്കുന്നുണ്ട്. അതൊരു തരം സൈക്കിക് പ്രോബ്ലമാണ്. മറ്റുള്ളവർ സന്തോഷമായിട്ടിരിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ചൊറിച്ചിൽ മുഖാന്തരം ചെയ്യുന്നതാണ്. അതിനകത്ത് എനിക്കൊരു ചെറിയ ഡൗട്ട്, അതൊരു ഫേക്ക് ആണോ എന്നുള്ളത്. അതൊരാളുടെ ഫേക്ക് ആണോ അല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇട്ടാൽ നമ്മളത് അന്വേഷിക്കും. ഫേക്ക് ആണെങ്കിൽ ഒരു പണി കൊടുക്കണം, അത്രയേ ഉദ്ദേശമുള്ളൂ. 2 വട്ടം മെസ്സേജ് കാണിക്കുന്നത് ഞങ്ങളത് സേവ് ചെയ്യുന്നത് കൊണ്ടാണ്. ബെസ്റ്റ് അവൾ പറഞ്ഞത്, കെട്ടിയോൻ പറഞ്ഞ് ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ ലിപ്സ്റ്റിക്ക് കൺമഷി നിർബന്ധമായും വേണോ എന്ന്. ഇമ്മാതിരി കള്ളി. എന്തിനാണ് ബാഡ് കമൻസ് ഇടുന്നത്? അത് അവരോടല്ലേ പാത്തു ചോദിക്കണം, നമ്മളെടുത്താണോ? ഹായ് നൂഹ, ഹായ് സത്താർ. നല്ല കാര്യം. വന്നു തോന്നുന്നു. വണ്ടിയുടെ സൗണ്ട് കേട്ടില്ലേ? കൊച്ചു വന്നതായിരിക്കാനാണ് ചാൻസ്. ഇന്നലെ അവർ 2 പേരും കൂടി ഇരുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കൃത്യമായിട്ട് വന്ന് പ്രിയ പറയുന്നുണ്ട്, എൻ്റെ ഗർഭപാത്രത്തിന് ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട്. ഹായ് പപ്പ, ഞാൻ പറഞ്ഞില്ലേ വന്നു. ഇന്ന് കൃഷ്ണനെ വിളിച്ചില്ല, എൻ്റെ റബ്ബേ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അതൊക്കെ കാണിക്കും. തലേന്ന് തട്ടം എടുക്കത്തില്ല, ഇനി ഇടയ്ക്ക് തട്ടം ഉണ്ടാവും. പല കോലങ്ങളും അവൾ കാണിക്കും. ഹായ് ഇത്ത, ഒരു ഹായ് പ്ലീസ്. ജാസ്മിൻ ഹുസൈൻ, ഹായ്. അസർ സഭ, എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. എന്താ ഈ ചൈൽഡ് ലൈനിൽ കൊടുത്ത കേസ് ഷാഹിദ? ഞാൻ ഇന്ന് 2 വട്ടം വിളിച്ചടേ. അതിൽ ഒരു കോള് പോയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു 2 സെക്ഷനായിട്ടുണ്ട്, അതിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ 2 വട്ടം അല്ല 3 വട്ടത്തോളം ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫോർവേഡഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താ അവസ്ഥയെന്ന് അറിയത്തില്ല. എനിക്ക് നമ്പർ കോൾ ചെയ്തിട്ട് എനിക്ക് നമ്പർ കിട്ടിയില്ല.
അതാണ് വാസ്തവം. പിന്നെ ഇവിടുന്ന് അവിടം വരെ പോകാൻ ഞാൻ നോക്കി, 4 മണിക്കൂറുണ്ട്. എങ്ങനെ പോയാലും 10,000 രൂപ പെട്രോളിനാവും. എനിക്ക് വയ്യ, എൻ്റെ ഇല്ല ഇപ്പം. ഇത്ത ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇത്ത എന്ത് കണ്ടന്റ് വീഡിയോസ് ഇടാറ്? ന്യൂ ഫോളോവർ. ഇത് ഇവിടെ ഒന്നും ചോദിക്കണ്ടല്ലോ, പോയി എൻ്റെ ചാനൽ നോക്കിയാൽ പോരെ. ഇന്ന് രാവിലെ പറയുന്നു പെരുന്നാൾ ഡ്രസ്സ് എടുക്കണമെന്ന്. ഇസ്ലാം ഉപേക്ഷിച്ച് അവൾക്ക് പെരുന്നാളാണോ ആവോ? അല്ല, ഉമ്മായും പപ്പായും ഇസ്ലാം ഉപേക്ഷിച്ചില്ല, മക്കൾ ഇസ്ലാം ഉപേക്ഷിച്ചില്ല. ഇത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കളികളാണ്. ഇപ്പം ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോഴത്തേക്ക് മീഡിയാസ് എല്ലാം അതല്ലേ എടുത്തു വെച്ച് വീഡിയോ ചെയ്തത്. അത് മാത്രമല്ല മിക്കവാറും യൂട്യൂബേഴ്സൊക്കെ അവളെ എടുത്തു വെച്ച് വീഡിയോ ചെയ്തു. അപ്പം ആരാണ് ജസ്ന സലീം എന്ന് അറിയാത്തവർ അത് റിസർച്ച് ചെയ്യും. സെർച്ച് ചെയ്ത് അവളുടെ യൂട്യൂബിലേക്ക് പോകും. അപ്പോൾ എന്താണെന്ന് ഈ പേക്കൂത്തുകൾ കാണാൻ വേണ്ടിയിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യും. അതാണ് അവളുടെ ഉദ്ദേശ ലക്ഷ്യം. അതായത് 2 രീതിയിലുള്ള പ്രസിദ്ധിയുണ്ട്. ഒന്ന് കുപ്രസിദ്ധിയും ഒന്ന് നല്ല പ്രസിദ്ധിയും. അവൾക്ക് കുപ്രസിദ്ധിയാണ് താല്പര്യം, അതിനാണ് റീച്ച് കൂടുതൽ. മിക്ക യൂട്യൂബേഴ്സും കാണിക്കുന്ന, അതായത് ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് കാണിക്കുന്ന ഒരു കുതന്ത്രമാണത്. വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു കുതന്ത്രം. അതിന് അത്ര ക്വാളിറ്റി കൊടുത്താൽ മതി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ. കൂടുതൽ ആനുകാലിക വിഷയം കൈകാര്യം ചെയ്യുക തീർച്ചയായിട്ടും. അസ്സാം വലൈക്കും താത്ത ഖത്തർ. അത് ശരിയായിട്ടാ, താങ്ക് യു. ഇന്ന് പിന്നെ നമ്മളുടെ മറുനാടൻ മലയാളി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കി, ഭയങ്കര വ്യൂവാ, ഹെവി വ്യൂ. 2 lakhs മേളിൽ പോയിട്ടുണ്ട് അയാളുടെ വ്യൂ. എന്താ ഇട്ടിരിക്കുന്നതെന്നറിയാം? ഇസ്ലാമിയർ കാണണ്ട എന്ന് പറഞ്ഞൊരു ക്യാപ്ഷനും കൊടുത്തിട്ട് അങ്ങ് ഇട്ടിരിക്കുകയാണ്. അവരൊറ്റ ക്യാപ്ഷൻ മതി, അയാൾക്ക് വ്യൂ കിട്ടും. പറയുന്നത് മുഴുക്ക നമ്മുടെ ബലിപ്പെരുന്നാളിനോട് അനുബന്ധിച്ചിട്ടുള്ള ഐതിഹ്യം മാത്രമാണ് അയാൾ പറയുന്നത്. കുറേയൊക്കെ ശരിയാണ്, കുറേയൊക്കെ പുളൂസ് അടിച്ചു തള്ളി കയറ്റുന്നുണ്ട്. കംപ്ലൈൻറ്റ് വരാതിരിക്കാനും അയാൾ ഹേറ്റ് സ്പ്രെഡ് ചെയ്ത് എന്ന് കേസ് വരാതിരിക്കാനും ആദ്യം തന്നെ എനിക്കിതൊന്നും അറിയത്തില്ല, എനിക്ക് ആളുകൾ പറഞ്ഞുള്ള അറിവേ ഉള്ളൂന്ന് തടവെട്ടി ഇടുന്നുണ്ട്. ആകെ മൊത്തത്തിൽ എല്ലാവരും എല്ലാ കളരിയും പഠിച്ചിരിക്കുന്നു എന്ന് ചുരുക്കം. ആനിമൽ സാക്രിഫൈസ്, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. അതുകൊണ്ട് അതിനെപ്പറ്റി ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഹായ് ഫ്രം KSA. എനിക്കത് തീർത്തും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ അതൊരു മതാചാരമായ സ്ഥിതിക്ക് അവരത് ചെയ്യുന്നതിൽ നമുക്കൊന്നും പറയില്ല. കഴിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യുക എന്നതിനപ്പുറം മറ്റതിനോട് എനിക്ക് യോജിപ്പില്ല. ഓരോരുത്തർക്കും പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ടാവില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞത്. ഇത്താ ഞാൻ കാസർഗോഡ്. നിങ്ങൾക്കും മക്കൾക്കും പെരുന്നാൾ ആശംസകൾ. താങ്ക് യു സുൽഫ. താങ്ക് യു. ഹായ് ഇത്ത. അപ്പോൾ എല്ലാവരും ആഘോഷത്തിലാണെന്ന് തോന്നണം അല്ലേ? നാളെയൊക്കെ ഇനിയിപ്പോൾ നൊയമ്പും കാര്യങ്ങളും. മോനെ നാളെ ലീവാണോ ഡൗട്ടാ? അല്ലേ? നീ ലീവാണെന്ന് പറഞ്ഞു. ഓക്കെ ഇത്ത ഞാൻ കാസർഗോഡ്. നിങ്ങൾക്കും മക്കൾക്കും പെരുന്നാൾ ആശംസ. ഓക്കെ. അവള് വെറും തറ ജസ്ന അങ്ങനെയൊന്നും പറഞ്ഞിടാ. ഇപ്പോൾ ഉടനെ മൈക്ക് എടുത്തോണ്ട് വരും. ഞാൻ എൻ്റെ മകനെ പറ്റി അവൾ പറഞ്ഞല്ലോ എന്തോ ഒരു വീഡിയോ ഉണ്ടെന്ന്. ഞാൻ എൻ്റെ പ്രൈവറ്റ് നമ്പർ തരാം, നീ അത് ഇങ്ങോട്ടൊന്ന് അയച്ചു തരുമോ? ചുമ്മാ എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്തെങ്കിലും നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് ആ വീഡിയോ എനിക്കൊന്ന് കാണിച്ചു തരാൻ പറയാൻ പറ്റുമോ? എടി വായ തൊള്ള തുറന്ന നുണ മാത്രം പറയുന്ന എന്തിരച്ചി മോളെ, പോയി ചത്തൂടെടി നിനക്ക്. ഇങ്ങനെയല്ലടി കൈയൊന്നും ഞാൻ നല്ലൊരു ഐഡിയ പറഞ്ഞുതരാം. എലിവിഷം തിന്നുക, അത് പെട്ടെന്നൊന്നും ചാവത്തില്ല, കുറേ താമസിച്ചേ ചാവുള്ളൂ. എന്നിട്ട് കഴുത്തിൽ ഒരു കയറ് കെട്ടി അതിൻ്റെ അറ്റത്തൊരു കല്ല് കെട്ടുക. ആ കല്ല് എടുത്തോണ്ട് പോയി ഏതെങ്കിലും നദിയിലോ കിണറ്റിലോ അങ്ങ് ഇട്ടിട്ട് നീയും കൂടെ ചാടുക. ഇനി അതും പറ്റിയില്ലേ, കുറച്ച് പെട്രോൾ എടുത്ത് തലയിൽ ഒഴിച്ച് തീ എത്തിച്ച് വിട്ടുകൊടുത്താൽ മതി. ഈ ആത്മഹത്യ നാടകം കാണിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം. അല്ല കൈ മുറിച്ച് കാല് മുറിച്ചല്ല ചെയ്യേണ്ടത്. തലയിൽ കൂടെ കുറേ പെട്രോൾ ഒഴിച്ചിട്ട് കത്തിച്ചാൽ മതി. അത് നല്ല ആത്മഹത്യ നാടകമാണ്. അതാകുമ്പോൾ ആളുകൾ വിശ്വസിക്കും. പിന്നെ ഈ രൂപത്തിനെക്കാട്ടി മറ്റൊരു രൂപം വന്നിരുന്ന് അലക്കുകയും ചെയ്യും. ലാഭം അതാ. പൊതുസമൂഹത്തിന് സുഖമുള്ള ഏർപ്പാട് അതാണ്. ഇത്ത നാട്ടിലെവിടെയാ? ഞാൻ ഇപ്പം താമസിക്കുന്ന കോഴിക്കോട്. ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്. നീ കഴിച്ചാ ഫുഡ്? അത് പകലുറക്കവും രാത്രി സഞ്ചാരമാണ് അവൻ. ട്യൂഷന് പോകുന്നില്ലേ? മാഡത്തിനെ കാണാൻ എന്ത് രസം. എനിക്ക് പണ്ടേ ഭയങ്കര സൗന്ദര്യമാണ്. ഈ സൗന്ദര്യം കാരണമാണ്. എന്തിനാ അമ്മ പൈസ ഇട്ടേ?
മാഡത്തിനെ കാണാൻ എന്ത് രസമാണ്. എന്തിനാ മാമ പൈസ ഇട്ടേ? അപ്പം ശരി, ഞാൻ പോട്ടെ, ഇച്ചി പണിയുണ്ട്, പിന്നെ വരാം, വൈകുന്നേരം കാണാം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ, അവളെ പറ്റി പറയാനാണ് വന്നത്. അല്ല ലെവലായി തക്കാളി ചോറ്, നുണ മാത്രം പറയുന്ന ഒരു നുണച്ചി സ്ത്രീയാണ്. മാക്സിമം നിങ്ങളാരും ആ വീഡിയോ കാണാൻ പോകാതിരിക്കുക, ഇഗ്നോർ ചെയ്യുക, അവളെ വഴിക്ക് വിടുക. അവൾ എന്ത് വാഴത്തോട്ടെങ്കിലും കാണിക്കട്ടെ. ഞാൻ കൊടുത്ത കേസിന് കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ട്. ഇത്രയധികം ചായ ഇടാൻ കുട്ടം വന്നായിരുന്നു, ചായ ഇടാൻ ട്യൂഷൻ എടുക്കണ സജിത എല്ലാ യൂട്യൂബർമാർക്ക് അത് എടുക്കില്ല കുട്ടികളെ, നിങ്ങളത് വിശ്വസിക്കാൻ പോകണ്ട. അവളുടെ കേസ് എടുക്കത്തില്ല. അവൾക്ക് അങ്ങനെ എല്ലാവർക്കെതിരെ ഒന്നും കേസ് കൊടുക്കാൻ ഒക്കത്തില്ല. അവൾ അവിടെ കിടന്ന് കാണിക്കുന്ന പേക്കൂത്തുകളെടുത്ത് റിയാക്ട് ചെയ്യുന്നതാണ്. ഒരു യൂട്യൂബേഴ്സിനെതിരെയും സജിതയുടെ കേസ് ഫയൽ ചെയ്യത്തില്ല. പക്ഷേ സജിതയ്ക്കെതിരെ കേസുകൾ ഉണ്ടാവും. ഞാൻ കൊടുത്ത കേസ് എന്തായാലും എടുക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം ഒരിടത്ത് അക്സെപ്റ്റ് ചെയ്ത ശേഷമാണ് അവർ ഫോർവേഡ് ചെയ്തിരിക്കുന്ന പാലക്കാടേക്ക് ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. 100% കേസ് എടുക്കും എന്നുള്ളത് തർക്കമേ വേണ്ട. പിന്നെ വേറെ ഏതോ യൂട്യൂബറൊക്കെ പറയുന്നുണ്ടായിരുന്നു അവർക്കെതിരെ കേസ് എടുക്കുമെന്ന്. ഞാൻ അവിടെയുള്ള പാലക്കാട്ടുള്ളവരടുത്തൊക്കെ പറയുന്നത് CWC നിങ്ങൾക്ക് വളരെ അടുത്താണെങ്കിൽ ജസ്റ്റ് അവിടം വരെ പോയി ഒരു പേപ്പറിൽ എഴുതി കൊടുത്തിട്ട് ഈ ഒരു ലിങ്കിൻ്റെ കോപ്പി പേസ്റ്റ് ചെയ്തൊന്ന് പ്രിൻ്റ് എടുത്ത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആക്ഷൻ ഉണ്ടാകും. ആ കുട്ടികളെ വെച്ചിട്ടുള്ള അവളുടെ ആ കുൽസിതം അങ്ങ് തീരും. കുഞ്ഞുങ്ങളെ വെച്ചാണല്ലോ അവൾ ഏൺ ചെയ്യുന്നത്, അതിന് കർശന വിലക്കുണ്ടാവും. അതായത് കുട്ടികളെ കാണിച്ചുകൊണ്ടുള്ള അവളുടെ ഒരു സുനാഫിക്കേഷനും അലൗഡ് ചെയ്യത്തില്ല. അതിന് ഞാൻ മാത്രം പോരാ, നിങ്ങളെല്ലാവരും ചേർന്ന് കൊടുക്കണം. ഞാൻ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, ഞാൻ കേസിന് ആഹ്വാനം കൊടുക്കും, ഞാൻ തനിയെ കൊടുക്കും, അവസാനം ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് അതിൻ്റെ പുറകെ നടക്കുന്നതാണ്. അത് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ മിണ്ടായിരിക്കുന്നത്. സ്റ്റുഡിയോ നിരോധിക്കണം, പുതിയ സ്ട്രൈക്ക് ഉണ്ടോ? അവളങ്ങനെ പേടിപ്പിക്കുന്നതാണ്, ആർക്കെതിരെ കേസ് കൊടുക്കും, ആരും ഒന്നും പറയരുതെന്ന്. ആദ്യം അവൾ വിചാരിച്ച് എല്ലാവരും എടുത്ത് വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് റീച്ച് കിട്ടും, അതിൽ കൂടെ എന്തെങ്കിലും സംഭവമാകാമെന്ന് അവളൊന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ പിന്നീട് മനസ്സിലായി അവൾക്ക് അത് നാണം കെട്ട ഒരു പരിപാടിയാണ്. എല്ലാവരും കൂടെ ഒന്നിച്ചെടുത്ത് വെച്ച് കൊടുക്കുന്നത് ഒത്തിരി വിഷമമുള്ള കാര്യമാണെന്ന് നമുക്ക് പിടികിട്ടിയേക്കുന്നു. മാത്രമല്ല കൊച്ചുങ്ങളെ ഇൻവോൾവ് ചെയ്തപ്പോഴേ കുട്ടികൾ ഉൾപ്പെടെ അത് കാണുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായപ്പോൾ ഉണ്ടായ ആ ഒരു വൈഷമ്യത്തിലാണ് ഇപ്പോൾ ഈ വൃത്തികേടൊക്കെ കാണിക്കുന്നത്. അതിന് പച്ചപ്രാന്താണ്, പിടിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ എന്നെ പറഞ്ഞത്, ഞാൻ ഈ കേസൊന്ന് എടുത്ത് എന്ന് മനസ്സിലാകുമ്പോൾ ഞാനൊരു റിയാക്ഷൻ ഇടും. അതിന് മുമ്പേ ഞാൻ റിയാക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ കേസ് അവരെടുക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ മൗനമായിട്ടിരിക്കുന്നത്. എന്നെ പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും എനിക്ക് മറുപടിയുണ്ട്. എനിക്ക് അവർക്ക് മറുപടി കൊടുക്കണം, ഞാൻ അതിന് മറുപടി കൊടുത്തേ മാറുള്ളൂ. അത്രത്തോളം വൃത്തികേടുകൾ അവിടെ ഇരുന്ന് പറഞ്ഞപ്പോൾ ഞാൻ മൗനമായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും പറ്റുന്ന ഒരു അബദ്ധം ഞാൻ തിരിച്ചു പറയും. തിരിച്ചു പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോയി ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ കേസ് എടുക്കത്തില്ല. ഓൺ സൈഡഡ് ആണെങ്കിൽ കേസ് 100% അക്സെപ്റ്റ് ചെയ്യും. ഇവളിരുന്ന് എല്ലാവരെയും തെറി വിളിച്ചിട്ട് ഇവൾ കൊണ്ടുപോയി കേസ് കൊടുത്താൽ എടുക്കില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഈ പോലീസുകാരൊന്നും മണ്ടന്മാരല്ലല്ലോ, അവർ രണ്ട് സൈഡും നോക്കും, വെരിഫിക്കേഷൻ നടത്തും. നമ്മൾ ഒരാളെ റിയാക്ട് ചെയ്ത ശേഷം പോയി നമ്മൾ കേസ് കൊടുത്താൽ അത് പ്രശ്നം വരത്തില്ല. അതേസമയം അവൾ പറഞ്ഞ അതേ ലാംഗ്വേജിൽ അതേ നാണയത്തിൽ നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേസ് അവിടെ എടുക്കും. കാരണം നമ്മൾ നിർബന്ധ ഘട്ടത്തിലായിരുന്നു എന്നുള്ളത് നമുക്കവിടെ തെളിയിക്കാൻ പറ്റും. ജാമ്യതയുടെ വിഷയം എനിക്ക് അങ്ങനെയാണ് തെളിയിക്കാൻ പറ്റിയത്, അങ്ങനെയാണ് അവർക്കെതിരെ എനിക്ക് FIR ഇടാൻ പറ്റിയത്. ആദ്യം പറഞ്ഞു നിങ്ങൾ തിരിച്ച്, ഇവളെ വിളിച്ച് പോലീസ് ചോദിച്ചു നിങ്ങളങ്ങനെ തെറി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾ കോടതി കൊടുത്ത കേസിൻ്റെ രൂപം അങ്ങോട്ട് അയച്ചു കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു അത് കള്ളക്കേസാണ്, അവരാണ് തുടങ്ങിയതെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ തയ്യാറായില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എന്തോ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് അവിടെ കിടന്നു. ഇവള് 3 വർഷം മുമ്പ് എന്നെ തെറി വിളിച്ച വീഡിയോ അവളെ ടൈം ലൈനിൽ ഉണ്ടായിരുന്നു. അതെന്തോ ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ കിട്ടി. ആ സാധനം കൊണ്ടുപോയി കാണിച്ചപ്പോഴത്തേക്കാണ് ഈ പോലീസുകാർ നിർബന്ധ ഘട്ടത്തിലെത്തിയത്. എൻ്റെ അത് കാണിക്കാൻ അവർക്കില്ല, കാരണം എൻ്റെ കയ്യിലില്ല. എൻ്റെ ചാനലിൽ അവളെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല, 3 വർഷം മുമ്പൊന്നുമില്ല. അത് കണ്ടെടുത്ത് അവളെ കൊണ്ട് ഒത്തിട്ടില്ല. അപ്പം കാര്യമില്ലാതെ എന്നെ അഭിസാരിക്കുകയെന്നും ഞാൻ മോശപ്പെട്ടവളാണെന്നും പൈസ കൊടുത്തില്ല എന്നും. അപ്പം ഞാൻ പൈസ കൊടുത്തതിൻ്റെ സ്ലിപ്പ് കൊണ്ട് കാണിച്ചു കൊടുത്തു. ഞാൻ പേയ്മെൻറ്റ് ഞാൻ ചോദിക്കാതെ എനിക്ക് ഇട്ടുതന്നു. ആ പേയ്മെൻറ്റ് ഞാൻ തിരിച്ചിട്ട് കൊടുത്തു. എന്നിട്ടും കിടന്നുകൊണ്ട് അവരാതെ വർത്തമാനം പറയണം, സഹിക്കാൻ പറ്റുന്നത്. ചിലരങ്ങനെയാണ്. ഈ പൈസ ഇപ്പോൾ സൂപ്പർ ചാറ്റൊക്കെ തിരിച്ചു വേണമെന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ പറഞ്ഞ് കരയണ കാണുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. നിങ്ങളെന്തിനു പിന്നെ പൈസ കൊണ്ട് ഇടുന്നത്? അതെന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ കൊണ്ടുവന്ന് പൈസ ഇടുന്നത് ബാങ്കാണോ? പൈസ കൊണ്ടുവന്നിട്ട് പിന്നെ തിരിച്ചു വാങ്ങിക്കൊണ്ട്
10 പൈസ കൊടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. സൂപ്പർ ചാറ്റൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് പിന്നെ തിരിച്ചു ചോദിക്കുന്നുണ്ടെങ്കിൽ കാവാലം പൊളക്ക ഒരൊറ്റ അടിയാണ് കൊടുക്കേണ്ടത്. നീയൊക്കെ ഇരുന്ന് കണ്ട് ആസ്വദിച്ചില്ലേ, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റിലെ നിങ്ങളൊക്കെ സൂപ്പർ ചാറ്റും ബാക്കിയൊക്കെ ഇടുന്നത്. എന്നിട്ട് പിന്നെ ആ പൈസ തിരിച്ചു ചോദിക്കാൻ നാണമില്ലേ? തൂറിയത് തിരിഞ്ഞ് വാരിയിടും തിന്നൂടെ എന്നാണ് എൻ്റെ ചോദ്യം. ഏതോ ഒരു ട്രോൾ ചാനൽ നിങ്ങളുടെ ട്രോൾ അതൊക്കെ ഇഷ്ടം പോലെ ഇടാറുണ്ട്. എന്താ ചേച്ചി പ്രശ്നം? പെൺപുലി ഷെഫീനെ ഒരുപാട് ഇഷ്ടം. സീനത്തെ ഹായ് നിഞ്ച ഗെയിമിങ്. എൻ്റെ ചാനലിന് സൂപ്പർ റിപ്പോർട്ടിങ്ങും അത് റീച്ച് ആകാതിരിക്കാനുള്ള എല്ലാ സംഗതിയും ചെയ്തു വെച്ചതുകൊണ്ടാണ് ഞാൻ 2-3 ലൈവ് ഇട്ടിട്ട് വരാമെന്ന് വെച്ച് വന്നതല്ല. അത് സബ്ജക്റ്റ് ഉണ്ടായിട്ടല്ല. ഈ വിഷയം എനിക്ക് വീഡിയോ ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം, വീഡിയോ ചെയ്തിടുമ്പോഴത്തേക്ക് റിപ്പോർട്ട് ചെയ്യുക, അത് റീച്ച് ആകാതിരിക്കുക എന്നുള്ളത് സ്ഥിര പരിപാടിയാണ്. അങ്ങനെ ഒരു കളി ഈ ലൈവ് സെക്ഷനിൽ പറ്റത്തില്ല. നമ്മൾ പറയുന്നത് കൃത്യമായി ആളുകളിലേക്ക് എത്തും. നമുക്ക് റവന്യൂ ഒന്നും ഉണ്ടാവില്ല എങ്കിലും ലൈവിൽ കൂടെ ആളുകളിലേക്ക് വിവരം എത്തും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയൊന്നും ചെയ്തിട്ടുള്ളത്. എന്താ സൂപ്പർ ചാറ്റ് എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ പറയുന്ന ഒരു സബ്ജക്റ്റ് ഒരാൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഉണ്ട്, അങ്ങനെ ഒരു ഡോളറിൻ്റെ പിക്ചറുള്ളൊരു സംഗതിയുണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളത് അത് ചെയ്യാം. ചിലരങ്ങനെ സൂപ്പർ ചാറ്റ് ഇടാറുണ്ട്. 40 രൂപ തൊട്ട് എന്തോ തുടങ്ങും, 40, 100, 200 ആ റേറ്റിലൊക്കെയാണ് ഉണ്ടാവാറ്. താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അതൊരാളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ചിലർക്ക് നല്ല ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ സൂപ്പർ ചാറ്റ് മെമ്പർഷിപ്പ് ഇതൊക്കെ എടുക്കും. ഇതൊക്കെ നിഷാന വ്ളോഗ്സ് പോലുള്ളവരാണ് ചെയ്യുന്നത്. അവർക്കത് ഓപ്പണായിട്ട് പറയും, നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കണം, മെമ്പർഷിപ്പ് ലൈവ് എന്ന് പറയും. മെമ്പർഷിപ്പ് എടുക്കുമ്പോഴത്തേക്ക് എമൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ആ എമൗണ്ട് അവർക്ക് മന്ത്ലി കിട്ടുന്ന റവന്യൂയുടെ കൂടെ ആഡ് ചെയ്ത് കിട്ടും. നഷ്ടമാണത്, കാരണം 30% യൂട്യൂബ് എടുക്കും. എന്നാലും സൂപ്പർ ചാറ്റ് ഇടാറുണ്ട്. അങ്ങനെ കുറേ പേര് ഇവിടെ ഒരു സമയത്ത് നമുക്കൊന്നും വലിയ റവന്യൂ ഒന്നും ഇല്ലാതിരുന്ന സാഹചര്യമുണ്ട്. ആ സമയത്ത് നമുക്കൊക്കെ എല്ലാവരും സൂപ്പർ ചാറ്റൊക്കെ കൊണ്ടുവന്ന് ഒത്തിരി പേര് ഇട്ട് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ ഭരിക്കാൻ വരും. അപ്പോൾ ആ ഭരണം കേൾക്കാൻ, ഇപ്പോൾ എനിക്ക് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പേയ്മെൻ്റൊക്കെ തന്നിട്ട് പിന്നെ ഇൻബോക്സിൽ വന്നിട്ടൊരു ഭരണമുണ്ട്, എടുത്തുകൊണ്ട് പോകാൻ പറയും. ആ പൈസ അപ്പോഴേ റിട്ടേൺ ചെയ്യും. പൈസ തന്നിട്ട് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാമെന്ന് ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ മറുപടി കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. ഹായ് സമീർ തിരൂർ. ഹായ് ഹായ് ഹായ്. അതൊരു സ്ഥിര പരിപാടിയാണ്, അതിന് മറുപടിയുണ്ട്. ആ മറുപടിയാണ് പലരും ഇവിടെ കൊടുക്കുന്നവരുണ്ട്. ഇന്നയാളെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഹായ് സൗജത്ത്, സുഖമല്ലേ? ആരിഫിനെ വിട്ടേക്ക്, പാവമല്ലേ? അത് ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആരിഫിനെ ഇനിയൊന്നും പറയണ്ടെന്നാണ് എൻ്റെ ഒരു തീരുമാനം. കാരണം ഈ കൂട്ടത്തിലുള്ളതിൽ അവന് മാത്രമാണ് ഒരു അല്പം അറാമ്പറപ്പുള്ളതും അത്യാവശ്യം ബോധമില്ലായ്മയുള്ളതും. ജനുവിനായിരുന്നു അവൻ, നല്ലൊരു യുക്തിവാദിയായിരുന്നു. നന്നായി പോയിക്കൊണ്ടിരുന്ന സമയത്താണ് അവനെ സംഘപരിവാർ ഏറ്റെടുത്തത്. ഖാസയും സംഘപരിവാരം അവനെ ഏറ്റെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ അവൻ അത്യാവശ്യം വ്യക്തിത്വമുള്ളവനായിരുന്നു ആ സമയത്ത്. ഇപ്പം അവൻ്റെ ആ വ്യക്തിത്വമൊക്കെ പോയി എന്നുള്ളതാണ്. എനിക്ക് റിപ്ലൈ തന്നതിന് താങ്ക്സ് ഇഷ. ശരി, പുതിയൊരു അറിവ് തന്നതിന്. ഓ ആയിക്കോ, സുഖം. എനിക്ക് അറിവില്ലായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞത് അവളെ സൂപ്പർ ചാറ്റ് കാണാൻ പോയില്ല, കേട്ടില്ല. അവന് വട്ട്. ഹായ് ഷെഫീത്ത, എന്താണ് വിഷയം? ഞാൻ ഇപ്പോഴാണ് ലൈവിൽ കയറി. വിഷയം ഞാൻ പറഞ്ഞു തീർന്നു. ഞാൻ പോകാനായിട്ട് ഇറങ്ങിയിരിക്കുമ്പോഴാണ് നിങ്ങൾ വന്നത്. അതായത് നമ്മുടെ കണ്ണൻ്റെ രാധ എന്ന അഭിസാരിക വാസവത്തെ തള്ളച്ചിയില്ലേ, വാസവത്തെ തള്ളച്ചി ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ നിന്നുകൊണ്ട് ഷെഫീനെ പറഞ്ഞെന്ന് വെന്റിലേറ്ററിൽ കിടക്കണമെന്ന്. ഞാൻ നിങ്ങൾക്ക് നന്നായിട്ട് പ്ലേ ചെയ്ത് കേൾപ്പിച്ചില്ല. അവൻ വെന്റിലേറ്ററിലാണോ അതോ ICUവിലാണോ എന്നെടുത്ത് ഞാൻ ചോദിക്കുന്നുണ്ട്. കാരണം ഒരുത്തൻ്റെ അണ്ടി ചവിട്ടി പൊട്ടിച്ചു കഴിഞ്ഞാൽ അവനെ കൊണ്ടിടുക വെന്റിലേറ്റർ അല്ലേ, അല്ലാതെ ICUവിലായിരിക്കത്തില്ല. ICU വെന്റിലേറ്റർ തമ്മിൽ ഡിഫറൻസ് കുറച്ചേ ഉള്ളൂ എന്നാലും. അപ്പോൾ അത് ഞാൻ ചോദിച്ച് ക്ലിയർ ചെയ്യുന്നുണ്ട്. അത് എടുത്തു വെച്ചിട്ട് ഞാൻ അവളെ കള്ളമാപ്പിളയുടെ തന്ത ICUവിൽ നിന്ന് വെന്റിലേറ്ററിൽ നിന്ന് കള്ളം പറഞ്ഞു, അയാൾ പക്ഷേ ആശുപത്രിയിൽ നിന്ന്. ഇത്രയും ദിവസം അവൾ എന്താ പറഞ്ഞേ? ഇത്രയും ദിവസം അവൾ പറഞ്ഞത് അങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടില്ല എന്നാണ്. ഇവള് വീണ് കാലൊടിഞ്ഞെന്ന് പ്രിയയൊക്കെ പറഞ്ഞു. അവർക്ക് ആരെ ഇൻഫർമേഷൻ കൊടുത്താണ് കൈ ഒടിഞ്ഞെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ കൈയൊന്നും ഒടിഞ്ഞിട്ടില്ല, എൻ്റെ കൈ നന്നായിട്ട് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ കൈ ഒടിഞ്ഞതിൻ്റെയൊക്കെ വീഡിയോ കൊണ്ടുവന്ന് ഇടുന്നു. ഐ മീൻ ഇവിടെ കണ്ട ബ്ലഡ് ക്ലോട്ട് ആയതിൻ്റെ എന്തോ ഒരു സംഗതി കൊണ്ടുവന്ന് കാണിക്കണം. ഇത് തന്നെയല്ലേ അവർ പറഞ്ഞത്? ഇവള് മൊത്തം ഉടായ്പും കള്ളത്തരവും മാത്രം പറയുന്നൊരു നാക്കെടുത്ത നുണ മാത്രം പറയുന്നൊരു സ്ത്രീയാണ്. സത്യത്തിൽ ഈ സ്ത്രീ ഇസ്ലാമിൽ നിന്ന് എന്നയോ പുറത്താക്കപ്പെട്ട സ്ത്രീയാണെന്നറിയാം. ഇത്രയും നുണ പറയുന്ന ഒരാൾക്ക് ഇസ്ലാമായിട്ടിരിക്കാൻ പറ്റുമോ? നുണ മാത്രമേ പറയുള്ളൂ. ആണ്, നീ കേട്ടില്ല, ഇപ്പോൾ കേട്ടതേ ഉള്ളൂ. വല്ലാത്ത ജാതി നുണച്ചി തന്നെ. ഞാൻ എൻ്റെ കുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിലേ പറഞ്ഞത്, നുണച്ചി നുണ മാത്രം അലമ്പുന്ന ഒരു നുണയത്തിയാണ്.
അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരൻ പയ്യൻ അവൾക്ക് എന്തരാ തുണിവൊക്കെ അയച്ച് അതൊക്കെ ഒരു ക്രെഡിറ്റ് ആയിട്ട് പറയുമോ? നമുക്കൊക്കെ ഇപ്പോൾ ഒരാൾ വന്ന് അങ്ങനെ ഒരു മോശം വർത്താനായിട്ട് നമുക്ക് ഭയങ്കര പ്രയാസം തോന്നും. ചേട്ടാ ഇതെന്തൊരു നാണക്കേട്, ചുമ്മാ ഇരിക്കുന്നവരുടെ തോന്നുന്നു ഇങ്ങനത്തെ പോക്കൃത്തരങ്ങൾ പറയണം, അങ്ങനെയൊക്കെയാണ് നമുക്ക് തോന്നുക. ഇത് ഒരു നാണം ഇല്ലാതെ എനിക്ക് അവൻ തുണിയൊക്കെ കാണിച്ചിട്ട് വീഡിയോ അയച്ചു തന്നു. എന്തൊരു ആകാംക്ഷയോടെ ചോദിക്കുകയാണ്. അത് പറയാൻ ഒരു ലവുണ്ടി മോനും. എടാ നിന്റെ കൈയിരിപ്പ് കൊണ്ടാണ്, നീ നാട്ടിലുള്ള ആൾക്കാരെ മോശം പറഞ്ഞത് കൊണ്ടാണ് തന്തയ്ക്കും തള്ളയ്ക്കും ഈ ഗതി വന്നത്. സെറ്റ് പോകുന്നത് അതുകൊണ്ടാണ്, നിന്റെ അറാം പറപ്പുകൊണ്ടാണ്. മറ്റുള്ളവരുടെ തന്തയും തള്ളയും കളിയാക്കുമ്പോൾ സ്വന്തം തള്ളയും തന്തയും ഇതുപോലെ കിടക്കും കാലും മേലോട്ട് ഇട്ടിട്ട്. വെറും നുണച്ചിയാണെന്ന് പറഞ്ഞാൽ വെറും നുണച്ചിയാണ്. പോയി വേഗം 6 മണിക്ക് അടുത്ത ലൈവിൽ വരില്ല. ഞാൻ 6 മണിക്കൊന്നും വരത്തില്ല, ഞാൻ ഉറങ്ങാൻ പോണം. എന്നിട്ടും അവളെ താങ്ങാൻ കുറയണം. അവളെ താങ്ങാൻ ആരുമില്ല, അതൊക്കെ അവളെ ഡ്യൂപ്ലിക്കേറ്റ് പറയണം. അവളെ ആരാണ് താങ്ങണത്? ഒരു മനുഷ്യരും അവളെ കെയർ ചെയ്യുന്നില്ല. അവളെ പട്ടി വിലയാണ് സത്യം പറഞ്ഞാൽ. ഒരു മനുഷ്യരും അവൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ മറ്റേ ആ വെറൈറ്റി മീഡിയ അവളെ ഇതെടുത്തില്ലേ, കാശ് വാങ്ങിച്ച് ചെയ്തെന്നുള്ളതിൻ്റെ തെളിവാണ് അവർ ഒരു കാര്യമില്ലാതെ ഇപ്പോൾ അവളുടെ ഇൻ്റർവ്യൂ എടുത്തത്. വേറെ ആർക്കും വീടൊന്നുമില്ല, അവർ പോയി ഇൻ്റർവ്യൂ എടുക്കുക. അത്രയ്ക്ക് ആശയദാരിദ്ര്യമായിട്ട് കിടക്കണേ അവളുടെ ഇൻ്റർവ്യൂ എടുത്തിട്ട് അങ്ങോട്ട് പബ്ലിഷ് ചെയ്യാനെ കൊണ്ട്. ഓർത്ത് നോക്കിക്കാണ്, ദാരിദ്ര്യം എന്നല്ലാതെ വേറെ എന്താ പറയുക. കമൻറ്റ് നോക്ക്, അവരെത്രയോ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വീഡിയോയുടെ താഴെ ഇത്രയധികം നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ടോ അവർക്ക്? രേണു സുധീരത് ഇട്ടാലും ഇവളുടെ ഇട്ടാലും നെഗറ്റീവ് കമൻറ്റ് കൊണ്ട് നിറയാണ് പതിവ്. രേണു സുധിയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. രേണു സുധി കുറേ അങ്ങ് തിളച്ച് മറിഞ്ഞ് ശുചിച്ചേട്ട ഇന്നും കിടന്ന് കുറേ ഡ്രാമ കാണിക്കുന്നുണ്ട്. ആ പെണ്ണുമ്പിളേക്കും ഇത് തന്നെയാണ്, തോന്നലാണ്. നിങ്ങൾ എത്ര തന്നെ മൂടി വെച്ചാലും സത്യം മറന്നീക്കി പുറത്ത് വരിക തന്നെ ചെയ്യും. ഇപ്പം നിങ്ങൾ ഭയങ്കര പ്രണയമാണോ അല്ലയോ എന്നൊന്നും ഇപ്പം ക്രിസിൻ്റെ അത് കണ്ടോ, അത് ട്രൂ ലവ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ സ്ത്രീ ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ ഒരു ജീവിതം ആയതുകൊണ്ടാണ് അവരതൊക്കെ കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പിന്നെ ഒരു റിയാലിറ്റിയാണ്. ഇതൊക്കെ എന്തെന്നാണ് ഇവർ ജീവിച്ചിരുന്നപ്പോൾ ഇത്രയും അങ്ങ് ലവ് ഒക്കെ കാണിച്ചത്? ഒന്നുമില്ല. അവൻ വെറും ഒരു കോഴിയായിരുന്നു എന്നുള്ളത് തെളിവാണ്. ആദ്യം ഒന്ന് കെട്ടി അവൻ ആരോ കൂടെ ഇറങ്ങിപ്പോയി. രണ്ടാമതൊന്ന് കെട്ടി അവളെ കൂടെ സ്വസ്ഥമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവളെ കണ്ട് ഇവളെ കൂടെ ചാടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. കള്ളുകൂടിയായിരുന്നു. എന്തായിരുന്നു? ഓ അല്ല, നീ അവള് പറഞ്ഞതിനെതിരെ കേസ് വല്ലതും കൊടുത്താ? നിന്റെ എന്തോ വീഡിയോ ലീക്കായെന്ന് അണ്ണുണ്ണേട്ടനും അട്ടനേട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് വേറെ പരിപാടിയില്ല. അവൻ ചെയ്യുന്നതെല്ലാം നീ ചെയ്തതെന്ന് പറഞ്ഞ് വരുത്തി തീർക്കുന്നതാണ്, അത്രയേ ഉള്ളൂ. ഉടുപ്പിട്ടിട്ടില്ലടേ, അല്ലെങ്കിൽ ഞാൻ അവനെ കാണിച്ചത്. അവന് പറയാനുള്ള അവൻ തന്നെ പറയട്ടെ എന്ന് വെച്ചത്. 2 ദിവസം കൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് പറയണേ നീ ഒരു മറുപടി ഇട് എന്നുള്ളത്. കാരണം അത് എന്തൊരു പോക്കൃത്തരമാണ് അവൻ പറയണത്. അന്നത്തെ ദിവസം ഞാനും ഇളയ വാവയും കൂടെയാണ് അവിടെ പോയത്. ഇവൻ പോയിട്ടുണ്ടെങ്കിൽ അവളെ ബലാത്സംഗം ചെയ്തെന്ന് വേണമെങ്കിലും പറയുമായിരുന്നു. ഹലോ ഗൈസ്, ഷാജി ഹലോ ഗൈസ് എന്ന് പറയുന്നു. അല്ല, നീ അവളെ കണ്ടിട്ട് ഭയങ്കര പ്രേമം മൂത്തുന്നു. അതെ അതെ, ഇടടി ഞങ്ങള് കാണട്ടെ, നമുക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതുവരെ അങ്ങനെ ഒരു റെക്കോർഡ് ഇല്ല അവന്റെ പേരിൽ. നീ അതും കൂടെ ഒന്ന് കാണട്ടെ. വേറൊരുത്തി ഇവിടെ കിടന്ന് കിണഞ്ഞ് പരിശ്രമിച്ചായിരുന്നു. അടുപ്പിതാ കുറേ കിടന്ന് നോക്കിയായിരുന്നു പന്നി. നല്ല ശ്രമിച്ച് എൻ്റെ കൊച്ചിനെ ഒന്ന് വളച്ചെടുക്കാൻ വേണ്ടി. തള്ളയും മോളും കൂടെ ആയിരുന്നു മത്സരം. തള്ള പിന്നെ അങ്ങ് ഞെളിഞ്ഞ് കയറി തളർന്ന് പൊളന്ന് വെച്ചോണ്ടിരുന്നോണ്ടിരുന്നത് കൊച്ചിനെ കുറേ അട്രാക്ട് ചെയ്യാൻ നോക്കിയത്. കൊച്ചിനന്ന് 21 വയസ്സേ ഉള്ളൂ, പൊടിയായിരുന്നു. മറ്റത് ഇപ്പം കിട്ടിച്ച് കഴിയുമ്പോൾ കിട്ടുക. ഓണ്ടി 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 എന്ന് പറഞ്ഞ് തൂങ്ങി പിടിച്ചോണ്ട് നടന്നതായിരുന്നു. അവൻ നല്ല മറുപടി കൊടുത്തോടെ പോയി കിട്ടി. ഇത്തെ മക്കളുടെ പേരെന്താ? ഫർഹാൻ, ഫർദീൻ. ഇളയവൻ ഫർഹാൻ, മൂത്തവൻ ഫർദീൻ. ചുമ്മാ കൊച്ചുങ്ങളുടെ പേർക്ക് എന്തെങ്കിലും ആരാണ്ട് പറഞ്ഞു കൊടുത്തതന്നെ. ഫിജോ പോയി പറഞ്ഞു കൊടുത്തതാണ്. അവർക്ക് മക്കളോട് ഭയങ്കര സ്നേഹമാണ്, അതുകൊണ്ട് കുട്ടികളെ പറഞ്ഞാൽ അവർക്ക് നല്ല നോവുമെന്ന്. കുട്ടികളെ അന്യായം പറഞ്ഞാൽ ഇവിടെ ആർക്കെന്തൊരു നോവാൻ? എൻ്റെ മക്കൾ അങ്ങനെ യാതൊന്നിലും ഇല്ല എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുള്ളതാണ്. ഒരു പെറ്റി കേസ് എൻ്റെ കുട്ടികളുടെ പേർക്കുണ്ടെങ്കിൽ കാണിയിടി നാറിച്ചി. അതേസമയം ആ നായിൻ്റെ മോൻ്റെ പേർക്ക് എത്ര കേസായി. തനിഞ്ഞേറ്റാ എന്നും പോകാനുള്ള വഴിപാടിയാക്കി അങ്ങ് തന്നിട്ട് അണ്ണാക്കി അടിച്ച് തന്നില്ലേ, കൂടെ ദൈവത്തിൻ്റെ ശിക്ഷയും. ഞാൻ വീട് വെച്ചിട്ടെന്ന് പറഞ്ഞാൽ നീ ജമ്മത്ത് സന്തോഷമായിട്ടിരിക്കത്തില്ല. അത് എൻ്റെ മാത്രം ഇതുകൊണ്ടല്ലടി, എത്രയോ മനുഷ്യരുടെ കണ്ണീരാണ്. ഇവളൊരു പയ്യനെതിരെ കേസ് കൊടുത്ത് ആ ചെറുക്ക് ഇതുവരെയും കല്യാണം പോലും കഴിച്ചിട്ടില്ല. ആ കുട്ടിയുടെ ഉമ്മ എന്ത് കരയണുണ്ടാവും. ഭർത്താവ് ഇല്ലാണ്ടിരുന്ന സമയത്ത് തനിച്ചൊറ്റയ്ക്ക് വളർത്തിയതാണ് ആ കുട്ടീനെ. അതിനെ അങ്ങോട്ട് വളച്ച് കൊണ്ടുവന്ന് പയ്യൻ തിരിച്ച് കേസ് കൊടുത്തിട്ടുണ്ട്.
വേറെ ഒരു നല്ല പ്രായമുള്ള 40 വയസ്സുള്ള ഒരാൾ ഇവക്ക് 13 വയസ്സുള്ളപ്പോൾ അയാൾക്കെതിരെ കേസ് കൊടുത്തതാണ്. അയാൾ മനുഷ്യൻ വിടുവോ? അയാളുടെയൊക്കെ ജീവിതം നശിപ്പിച്ചതിന് അവരൊക്കെ പടച്ചവനെടുത്ത് കേഴാതിരിക്കുവോ? അതിൻ്റെയൊക്കെ മറുപടി ഇവൾ പറഞ്ഞല്ലേ പറ്റുള്ളൂ. എല്ലാ കാര്യവും ഓപ്പണായി പറയുന്നുണ്ട്. എനിക്ക് ഭയങ്കര താങ്ക് യു BS വേൾഡ്. മക്കൾ എന്ത് ചെയ്യുന്നു? 2 പേരും പഠിക്കുകയാണ്. ഒരാൾ പാർട്ട് ടൈം ജോബും ചെയ്യുന്നുണ്ട്. വേറെ ആര് പറയാം? അത്രയേ ഉള്ളൂ. ബോട്ടുകളൊക്കെ അല്ലാതെ വേറെ ആര് പറയാം ഷാജി? അത്രയേ ഉള്ളൂ. എന്ത് തോന്നിവാസവും പറഞ്ഞുണ്ടാക്കി കളയും, എന്ത് പോക്കൃത്തരവും പറഞ്ഞ് അങ്ങ് പ്രചരിപ്പിച്ച് കളയും. ഇപ്പം തന്നെ ആ പിള്ളേരെ അടിക്കുക, അവർക്ക് എന്തോ കേസ്, അതൊക്കെ ചുമ്മാ പുളുവാണെന്ന്. എന്ത് കേസ്? എന്നിട്ട് എനിക്കെതിരെ കുറേ കേസ് കൊടുത്തിട്ട് എന്താ പറയുക, 2 മൊബൈൽ എടുത്തുകൊണ്ട് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് ഞാൻ കേസ് കൊടുക്കുമ്പോൾ എൻ്റെ മൊബൈൽ ഇങ്ങനെ തിരിച്ചുകൊണ്ട് തരണം. പോലീസിനെതിരെ കൊണ്ടുപോയി പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ തീർന്നു. ഇവളെ വാക്കും കേട്ട് ആര് ശല്യം ചെയ്താലും പോലീസുകാർക്കെതിരെ കൊണ്ടുപോയി കേസ് കൊടുക്കണം. കാരണം ഇവളൊരു സോഷ്യൽ ഈവിളാണ്. ഈ പറയുന്ന നാറി ഒരു പൊതുശല്യമാണ്. അവളെ കേസ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് അടിയുടെ കുറവാണ്. പിന്നെ കേടി, ആരാ കേടി ബിനു എന്നറിയത്തില്ലേ? ലോകം കണ്ട ഫ്രോഡാണ്. രാജ്യദ്രോഹിക്ക് കൂട്ടു നിൽക്കുന്ന രാജ്യദ്രോഹിയാണ് ആ സ്ത്രീ. ഞാൻ കുറേ ആയി നോക്കുന്നു ലൈവ് കാണാൻ. ഇപ്പോഴാണ് എനിക്ക് ഇഷ്ടമാണ് ഈ പെമ്പുലിയെ. പടച്ചോനെ, പുലിയോ? നിങ്ങൾക്കൊക്കെ എന്ത് പറ്റി ഗൈസ്? എന്തിനെന്നെ പുലിയാക്കുന്നു ഗൈസ്? സത്യം സോഷ്യൽ ഈവിൾ. അത് ഞാൻ പറയുമ്പോൾ ആരും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. എല്ലാവർക്കും എന്നോടായിരുന്നു ശത്രുത. അന്ന് ഇന്നും നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം, ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നതാണ്. ഈ രേണു സുധിയുടെ ഇപ്പോഴും പ്രചരിക്കുന്ന ആ സ്ത്രീ ആദ്യം അപ്രോച്ച് ചെയ്തത് തന്നെയാണ്. കാരണം ഞാനേ ധൈര്യമായിട്ട് പുറത്തു വിടുകയുള്ളൂ എന്ന ധൈര്യത്തിലാണ് അവരെന്നെയാണ് അപ്രോച്ച് ചെയ്തത്. ഞാനത് പുറത്തു വിട്ടില്ല. അതിൻ്റെ കാരണം ആ പെണ്ണ് ജീവിക്കണമെങ്കിൽ ജീവിച്ചു പോട്ടെ എന്ന് വെച്ചിട്ടാണ്. തുടർന്ന് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ആ റെക്കോർഡ്. തുടർന്ന് ചെയ്ത് ആ പണി എരന്ന് വാങ്ങിച്ചത് അവളാണ്. ഒരാൾക്കെതിരെയും പൂർണ്ണ ബോധ്യമില്ലെങ്കിൽ ഇറങ്ങത്തില്ല. ഒരു പരിധി കഴിയുമ്പോൾ ഞാൻ അങ്ങ് വിടും, പോട്ടെ എന്ന് വെക്കും. അത്രയും കൺസെഷൻ കൊടുത്തിട്ടായിരിക്കും ഒരാളെ ഞാൻ കഴുത്തി പിടിച്ചത് കണക്ക് അള്ളു പിടിച്ചണങ്ങാൻ വിടൂല. ഈ ഒരു വിഷയത്തിൽ എനിക്ക് അത്രയും ബോധ്യമുള്ളതുകൊണ്ടാണ് പറയുന്നത്. തനൂജ എന്ന സ്ത്രീയും ഫിജോ എന്ന സ്ത്രീയും ഒരേ തൂവൽ പക്ഷികളാണ്. 2ഉം ഫ്രോഡുകളാണ്. 2 നാട്ടുകാരുടെ പണം തട്ടിച്ച് ജീവിക്കുന്ന സ്ത്രീകളാണ്. അവർക്ക് മറ്റുള്ളവരുടെ ഫീലിങ്സോ മറ്റുള്ളവർ വിഷമമാകുമെന്നോ അല്ല അവരുടെ കുടുംബം തകരുമെന്നോ യാതൊരു ചിന്തയില്ലാത്ത 2 വിഷജന്തുക്കളാണ് ഇവറ്റകൾ 2 പേരും. അവറ്റകൾ അനുഭവിക്കാതിരിക്കുന്നതേ ഉള്ളൂ. കർമ്മ വെറുതെ വിടുവോ? എൻ്റെ കാല് കുഴപ്പമൊന്ന് ഞൊണ്ടിക്കാലി എന്ന് പറഞ്ഞിട്ട് എടുത്തു വെച്ച് അവൻ കിടന്ന് തുള്ളി കുറേ കാണിക്കുന്നുണ്ട്. ഞാനതുകൊണ്ട് ഈ വക്കീലിന് കൊടുത്തു. അപ്പോൾ എൻ്റെ അടുത്ത് വക്കീൽ പറഞ്ഞു, ഇത് നമുക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്, ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മൾ പൈസ ഇറക്കണ്ടേ? അതുകൊണ്ട് ഞാൻ കുറേ കേസൊക്കെ ഞാൻ മൗനമായിട്ട് കളഞ്ഞു. CMB ഇടുമ്പോൾ നമുക്ക് ഒരുപാട് കാശ് ചിലവാകും. അതുകൊണ്ട് ഞാൻ കുറേ മൗനമായിട്ട് കളഞ്ഞു. ഞാൻ എന്നിട്ട് ഇവിടെ വന്നിരുന്നത് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. സെക്കൻഡ് കിട്ടിയില്ലേ, ചെറുക്കൻ്റെ കാലൊടിഞ്ഞ് ആശുപത്രി എടുത്തുകൊണ്ട് ഓടി. ആരെ ഇട്ട് വിളിക്കുന്നോ കൺമുഞ്ഞി കാണും. ഞാൻ മുമ്പ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഇവക്ക് അവിഹിതത്തിലുണ്ടായതാണ് അത് 3ാമത്തത്. ആ അവിഹിത സന്തതിയെ എന്തോ ആരോ പറഞ്ഞെന്ന് പറഞ്ഞ് പട്ടിഷോ കാണിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കിട്ടേണ്ടത് ആ അവിഹിത സന്തതിക്ക് തന്നെ കിട്ടിയത്. അത് കൊച്ചുങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് വിഷമമൊന്നും തോന്നേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നോ അതിൻ്റെ പ്രതിഫലനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. നമ്മൾ നന്മ ചെയ്താൽ നമ്മുടെ കുട്ടിക്ക് നന്മയുണ്ടാവും. ഇത് ഇരുന്ന് കൊണ്ട് അപരാധിക്കണം. ഞാൻ ജന്മനാ കാലുവയ്യാത്ത സ്ത്രീയൊന്നുമല്ല. എനിക്ക് വയ്യായ്മ വന്നതിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞതാണ്. അത് തന്നെ ചട്ടുകാലി അവനും കൂടെ പറയണം. അവന് അണ്ടിയിലി ചട്ട്, അവൻ അതും പറയുന്നുണ്ട്, അവൻ്റെ അണ്ടിയിലി ചട്ടെന്ന്. അത് തന്നെ ചട്ടുകാലനായ ചട്ട് പിടിച്ച ഒരുത്തൻ്റെ കൂടെ കിടക്കുന്നവർക്ക് എന്ത് അവകാശമാണ്? അതേപോലെ ഒരു പ്രാവശ്യം കാലി നീര് കാണിക്കുന്നുണ്ട്. നിൻ്റെ കാലി മുറിക്കേണ്ടി വരണമെന്നാണ് ഞാൻ പറയണത്. നീ എത്ര 5 കൊല്ലമായിട്ട് നീ എന്നെ ചട്ടുകാലി എന്ന് വിളിക്കുന്നുണ്ട്. നിനക്കിതൊന്നും കിട്ടിയാൽ പോരാ, മനസ്സിലായില്ലേ? നിൻ്റെയോ നിൻ്റെ ഉഴുത്ത ശവത്തിൻ്റെയോ ഒക്കെ കാല് മുറിഞ്ഞു പോകണം. അപ്പം നിനക്ക് ഞാൻ പറയുന്ന വിഷമം മനസ്സിലാവും, ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് മനസ്സിലാവും. എൻ്റെ മക്കളെ നീ ഉപദ്രവിക്കുന്നില്ലേ? ഒരു കാര്യമില്ലാതെ കണ്ടവരെ കൊണ്ടൊക്കെ എൻ്റെ കുട്ടികളെ തെറി വിളിപ്പിക്കുന്നില്ലേ? നിൻ്റെ 5 പന്നി കുട്ടികൾക്കും വരാനിരിക്കുന്നതും അത് തന്നെയാണ്. ഈ 5 എണ്ണത്തിനെയും നാട്ടുകാരെടുത്ത് വെച്ച് ഊക്കുന്നത് കണ്ടിട്ടേ എനിക്ക് എൻ്റെ ശ്വാസം കെടുകയുള്ളൂ. അത്രത്തോളം ഉപദ്രവമാണ് നീ പൊതുസമൂഹത്തിന് കൊടുക്കുന്നത്. ഇവള് കാരണം 2 പെണ്ണുങ്ങൾ ആത്മഹത്യ ചെയ്തു, അറിയോ നിനക്ക്? 2 കുട്ടികൾ ആത്മഹത്യ. നമ്മൾ പറയുമ്പോൾ ഒരാളും വിശ്വസിക്കാൻ തയ്യാറല്ല. തെളിവുൾപ്പെടെ ഞാൻ പറഞ്ഞു. 2.5 വർഷം ഇവക്കൊപ്പം ജീവിച്ച ആ പെണ്ണ് എനിക്ക് അയച്ച മെസ്സേജ് ഉണ്ട് എൻ്റെ കയ്യിൽ. 12 വയസ്സായ പൊടിക്കാ കൊച്ചിനെ കൊണ്ട് അവളെ തന്തയ്ക്ക് കൊടുത്തിരിക്കുന്നവള്. ആ തന്തയ്ക്ക് കൂട്ടി കൊടുക്കുന്ന പെണ്ണുമ്പിളയാണ് അത്. അതിനെയൊക്കെ എന്താ പറയാനാണ്? ഇതൊക്കെ തെളിവില്ലാതെ നമ്മൾ പറയുമോ? ഇതൊക്കെ നാളെ നമ്മൾ സമാധാനം പറയേണ്ട കേസുകളല്ലേ? തെളിവില്ലാണ്ട് പറയുമെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ ഉമ്മയെ കേടി എന്ന് പറയുന്നത് എന്തൊക്കെയാണ് പറയുന്നത്? ഈ പിക്ചറിലേ ഇല്ലാത്തൊരു സ്ത്രീയാണത്, അതിനെ പറയുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അറുവാണികൾക്ക് ഇങ്ങനെയാണ്. അറുവാണികൾക്കുണ്ടായാൽ അറുവാണികളായാൽ ഇതാണ്
അനുഭവം. പൊതുസമൂഹത്തിന് അതൊരു ബുദ്ധിമുട്ടാണ്. കാലത്തെ കയറി കുതിരവണ്ടിയിലിരിക്കും. എവിടുന്നടേ ഈ പെട്രോളിനൊക്കെ പൈസ? ഈ ആരെയാണ് ഈ ഊമ്പിക്കുന്നത്? ഇവർക്ക് എന്തൊരു തൊഴിൽ? എവിടെയാണ് ഇവൾ? എന്നും ആളുകൾ പരാതിയായിട്ട് വരുന്നുണ്ട്, എൻ്റെ ഇത്ര പൈസ പോയി. എൻ്റെ അടുത്ത് ഇപ്പോൾ വന്നാൽ ഞാൻ മൈൻഡ് പോലും ചെയ്യാറില്ല. ഞാൻ പറയണത് പോട്ടെ എന്നാണ്. കുറേ പെണ്ണുങ്ങളുടെ പൈസ പോകണമെന്നാണ് ഞാൻ പറയണത്. നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കൂലല്ലോ. അപ്പോൾ കിട്ടട്ടെ. ഞാനിപ്പോൾ അങ്ങനെ മനസ്സ് കല്ലാക്കി വയ്ക്കും. എൻ്റെ അടുത്ത് ആരൊക്കെ വന്ന് പറയും, ഒത്തിരി പേര് കൊണ്ടുവന്നിടും. ഞാൻ മിണ്ടാറേ ഇല്ല. എന്തുകൊണ്ടെന്നറിയാമോ? കാര്യമില്ല. നമ്മൾ പറഞ്ഞിട്ട് കേൾക്കാണ്ടില്ലേ അത്. നേരിൽ കാണാൻ കർമ്മ. അത്രയേ ഉള്ളൂ. നേരിട്ട് കണ്ട് സംസാരിക്കണം എന്നാളാണ് ഷെഫീന ബീബി ലൈവിൽ കണ്ടതിൽ സന്തോഷം. താങ്ക് യു. ഇടയ്ക്ക് കുറേ അധികം ചാനലുകാരെന്നെ വിളിച്ചിട്ടുണ്ട്. ഞാനതാ പറയുന്നത്, ഞാൻ ഈ ചാനലിലൊന്നും വന്നിരുന്നുകൊണ്ട് പ്രസംഗിക്കാൻ താല്പര്യപ്പെടുന്ന എനിക്ക് അത്യാവശ്യം റീച്ചുണ്ട്. ഇതിൽ തന്നെ ഞാൻ സംതൃപ്തിയാണ്. ഒരുപാട് ഓവറായിട്ടൊന്നും എവിടെയും പ്രസിദ്ധി നേടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയൊന്നുമില്ല ഞാൻ. മനസ്സ് കല്ലാക്കുന്നത് എങ്ങനെയാണെന്ന്, നല്ലൊരു കല്ല് എടുത്തങ്ങ് മനസ്സിനകത്തോട്ട് വെച്ചാൽ മതി. മനസ്സെവിടെയാണെന്ന് ചോദിക്കരുത്, അത് നീ കണ്ടുപിടിക്കും. അത് നിനക്കുള്ള ഒരു ടാസ്ക്കാണ്. യു ഫൈൻഡ് ഔട്ട് വെയർ ഈസ് മനസ്സ്. പറഞ്ഞില്ല നീ സാറേ മനസ്സ് കല്ലാക്കാമെന്ന്. ഒരു കല്ലെടുത്ത് മനസ്സിനകത്ത് വെച്ചാൽ മതി, അപ്പോൾ കല്ലാവും. നീ മനസ്സെവിടെയെന്ന് ചോദിക്കരുത്, അത് നീ കണ്ടെത്തിക്കും. നിബാൽ അഹമ്മദ് ഹായ്. ഹാജിറ സാബിർ. എന്തോ സാബിറൊന്നും ഞാൻ പറയണോ? അതാണോ? ഇനി രാത്രി വന്നിരുന്നു കൊണ്ട് അവദൂരം പറയുമ്പം പലരും ചോദിച്ചൊരു കാര്യമാണ്, എന്താ നിങ്ങൾ മറുപടി പറയാത്ത, എന്തുകൊണ്ട് നിങ്ങൾ മറുപടി പറയുന്നില്ല എന്ന്. അതിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ തിരിച്ച് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കേസ് കൊടുക്കാൻ ഒക്കത്തില്ല. ഇപ്പോൾ കൊടുത്ത കേസ് ഇന്നും അവരത് എടുത്തിട്ടുണ്ടോ, പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്ക് കൺഫേം ആയിട്ടില്ല. അതിൻ്റെ കൺഫർമേഷൻ കിട്ടിയാൽ ഞാൻ മറുപടി കൊടുക്കും. സാജിദയ്ക്ക് എൻ്റെ വക ഒരു മറുപടി തീർച്ചയായിട്ടും ഉണ്ട്. അവളെ ഇഷ്ടമേ അല്ല, വേറെ ഒന്നും കൊണ്ടല്ല. ആ മക്കളെ വളർത്തുന്ന രീതി ശരിയല്ല. യെസ്, കല്ല് വിഴുങ്ങിയാൽ മതിയോ? ഇല്ല, ഞാൻ ഒരു പ്രാവശ്യം അതിനൊരു സജഷൻ പറയുള്ളൂ. പല പ്രാവശ്യം പല സജഷൻ പറയാൻ പറ്റത്തില്ല. എനിക്കൊരു സജഷനേ ഉള്ളൂ. ആ സജഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് വിഴുങ്ങുകയോ എടുത്തു വെക്കുകയോ അതൊക്കെ നിൻ്റെ ഇഷ്ടം. അവിടെ ഒരു കല്ലെടുത്ത് വെക്കാനേ പറയാൻ പറ്റുള്ളൂ. അതിന് വിഴുങ്ങണോ വേണ്ടിയോ എന്നുള്ളതൊക്കെ നീ നിശ്ചയിച്ചു. താങ്ക്സ്. അതെന്തുവാ? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. കെ ആണ്, ജി അല്ല. സമയം കിട്ടുമ്പോൾ എല്ലാം കാണണം എന്ന് തോന്നുന്ന നല്ല റിയാക്ഷൻ ചാനൽ. താങ്ക് യു രേഷ്മ. താങ്ക് യു സോ മച്ച്. ഹായ് തരൂ. പിന്നെന്താ ഹായ്? അവളുടെ ഹായ് ഒത്തിരി കാലമായില്ല അവളുടെ ഹായ് പറഞ്ഞിട്ട്. ഹായ്. ആരുടെ ചാനൽ കൂട്ടിയെന്ന്? അവരുടെ എന്ന് പറഞ്ഞാൽ ആരുടെ? മക്കൾ വളർന്ന് ക്രിമിനൽസ് ആയിട്ട് നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, നമ്മളൊക്കെ കൂടെയുണ്ട്. അതത്രേ ഉള്ളൂ കേട്ടോ. കാലിൻ്റെ വയ്യായിക കുറവുണ്ട്, നല്ല കുറവുണ്ട്, നല്ല മാറ്റമുണ്ട്. നോ ഇൻഫർമേഷൻ അണ്ടർ ജുഡീഷ്യറി. അത് ഓക്കെ. എന്നാലും അവരത് എടുത്തോ വിളിച്ചോ ഇല്ല എന്നുള്ളത് ഫോളോ അപ്പ് നമ്മളല്ലേ വാദികൾ. അപ്പം നമുക്ക് ആ ഇൻഫർമേഷൻ തരും. അതിനാണ് ഞാൻ വിളിച്ചത്. അപ്പം ഞാൻ ആദ്യം വിളിച്ചപ്പോൾ ആ ഓഫീസിൽ അവർ പറഞ്ഞു ഞങ്ങളടുത്ത് വന്നിരുന്നു, അത് ഞങ്ങൾ മറ്റേ ഇതിലേക്ക് ഫോർവേഡ് ചെയ്തു തന്നു. CWCയുടെ 2 സെക്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ ആ ജുഡീഷ്യറി സെക്ഷനിലേക്ക് അവർ ഫോർവേഡ് ചെയ്തു എന്ന് പറഞ്ഞു. അവിടെ വിളിച്ചിട്ടാണെങ്കിൽ റിങ് പോകുന്നുണ്ട്, ആരും എടുക്കണില്ല. പിന്നെ രണ്ടാമത് വിളിച്ചപ്പോൾ എൻഗേജ്ഡ് എന്ന് കാണിക്കുന്നത്. കുറേ നേരം ശ്രമിച്ചപ്പോൾ എനിക്ക് തന്നെ ബോറടിച്ചു. ഞാൻ അവിടെ ഒരാളുണ്ട്, ഒരു പയ്യൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പയ്യൻ്റെ അടുത്ത് ഞാനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, പറ്റുമെങ്കിൽ അത്ര ഇടം വരെ പോയി ഒന്ന് നോക്കാനേ എന്താണെന്ന് ഫോളോ അപ്പ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഷെഫീന കാസർഗോഡ് വാ മക്കളെ കൂട്ടിയിട്ട്. എൻ്റെ പൊന്ന് ഹാജിറ, ആരും വിളിക്കണ്ട, വല്ലപ്പോഴും വരാച്ചാൽ അവിടെ വെച്ചങ്ങനെ കാണാം. മുമ്പ് ഇതുപോലെ മലപ്പുറം വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പെട്രോൾ അടിക്കാൻ പൈസ തരാൻ പറഞ്ഞു. അവൾ പെട്രോൾ അടിക്കാൻ പൈസയും തന്നില്ല, ഒന്നും തന്നില്ല. ഞാൻ അവിടെ നിന്ന് തള്ളിക്കൊണ്ട് അങ്ങോട്ട് ചെന്ന് അവൾ കുറേ തുണി തന്നിട്ട് പോക്കർത്തരം പറഞ്ഞ ഇതാണ്. അതുകൊണ്ട് ഒരാളെ എനിക്കിപ്പോൾ വിശ്വാസമില്ല. അതുകൊണ്ട് ആരും വിളിക്കേണ്ട. എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ കിടങ്ങണം വന്നാൽ കാണാം, അല്ലാതെ ആരും വിളിക്കേണ്ട, ഞാൻ വരുന്നില്ല. എനിക്ക് മനുഷ്യരെ പോലും ഇഷ്ടമില്ലാത്തൊരവസ്ഥയിലേക്ക് ആ കാര്യം കൊണ്ടെത്തിച്ചത്. ഒരാളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്നാണ് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചത്. താങ്ക് യു പപ്പ. അല്ലെങ്കിൽ പിന്നെ പെട്രോളിന് പൈസ തരണം. പെട്രോളിന് പൈസ തന്നാൽ വരും ഇൻഷാ അല്ലാ. കാണാം. ഞാൻ കോഴിക്കോട് വന്നപ്പോൾ കുറേ പേരെ വീട്ടിൽ പോയി കണ്ടിരുന്നു. അതൊന്നും പബ്ലിഷ് ചെയ്തില്ല. കാരണം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവരെയൊക്കെ കോണ്ടാക്ട് ചെയ്ത് കൂട്ട പിടിച്ച് പിന്നെ അവരെ കൂടെ ചേർന്ന് നമ്മളെ ഒരുമാതിരി ഊക്കുന്ന പരിപാടി പറയും. അത്രയും ഇൻറ്റിമേറ്റ് ആയിട്ട് നിൽക്കുന്നവർ പെട്ടെന്ന് തിരിഞ്ഞു മാറി തോന്നിയ ദിവസം പറയുമ്പോൾ സങ്കടം വരും. അതുകൊണ്ടാണ് ഒരാളുടെ അടുത്ത് ഒന്നും പറയാത്തത്.
നിന്നെ കാണാൻ വരാൻ തോന്നടാ, ഞാൻ പാലക്കാട് വന്ന സമയം നല്ല ഇരുട്ടിപ്പോയിരുന്നു. ആ സമയത്ത് വിളിച്ചിട്ട് പിന്നെ പാലക്കാട് ഇപ്പം എനിക്ക് പേടി കിട്ടി സ്ഥലം. അന്ന് ആ കൊച്ചിൻ്റെ പൈസ കൊടുക്കാൻ പോയില്ലല്ലോ കല്യാണത്തിൻ്റെ കേസിന്. അവിടെ നിന്നാണ് എനിക്ക് ആ പനി പിടിച്ചത്. എത്ര ദിവസം, 8 ദിവസം ഞാൻ വയ്യാണ്ട് കിടന്നുപോയി. അടിച്ചിട്ട് കളഞ്ഞ എൻ്റെ പനി. അതുകൊണ്ട് അങ്ങോട്ട് ഒന്നും വയ്യ. ഹായ് 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 ഹായ്. ഇത് അസമയത്ത് വന്നതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായെന്നറിയാം. രാത്രി വരാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സമയമാണ് നല്ലതെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് വന്നതാണ്. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസിൽ എൻ്റെ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്ത് വെച്ചാൽ കുറച്ചധികം വ്യൂ എനിക്ക് കിട്ടും. സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന പരിപാടിയില്ല. എടേ അവർക്ക് അതിനുള്ള ഫണ്ട് എവിടെ നിന്നുള്ളതാണ്? നാട്ടുകാർ ഇത്രയും മനുഷ്യരെ പറ്റിക്കുകയല്ലേ. എല്ലാവരും കൗതുകത്തോടെ ചോദിക്കുന്നത്. ഒന്നാമത് കോട്ടയം എന്ന് പറയുന്നത് നല്ല എക്സ്പെൻസീവ് ഏരിയയാണ്. നമ്മളൊക്കെ ഇവിടെ അത്രത്തോളം വയറ് പെറുക്കി കിട്ടിയാലേ ഒരു വിധത്തിലൊക്കെ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. അത്രയും എക്സ്പെൻസാണ്. കൊച്ചിൻ്റെ പഠിത്തം കഴിഞ്ഞാൽ ഓടണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ളൊരിടത്ത് ഇത്രയും ലാവിഷായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഫണ്ട് ആളുകളിൽ നിന്ന് അടിച്ചു മാറ്റുന്നുണ്ട്. എത്ര പേരെ ഊമ്പിച്ചാലാണ് ജീവിക്കാൻ പറ്റുക എന്ന് നമുക്ക് മനസ്സിലാവുന്നതല്ലേ. ചേച്ചി, she was crying when she narrated the story about the 2 ladies who committed suicide. ആണോ? ഇത് തെളിവുണ്ട്. ലസീത പാലക്കലിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. ലസീത പാലക്കൽ ഉണ്ടായിരുന്നു ആ വിഷയത്തിൽ. നിങ്ങൾ ചുമ്മാ പോയി ലസീത പാലക്കലിൻ്റെ അടുത്ത് ഇവളുടെ വിഷയം ഒന്ന് ചോദിച്ചു നോക്കും. അവരുൾപ്പെടെ ബാധിക്കപ്പെട്ട സ്ത്രീയാണ്. അവരുൾപ്പെടെയാണ് ഇവളെ ശ്രീകണ്ഠൻ നായർ ഷോയിൽ കൊണ്ടുവച്ചിട്ട് വാർത്തു വാരിയത്. 1-2 പേരല്ല, 40 പേരാണ് ബാധിക്കപ്പെട്ട മനുഷ്യർ. എന്താ അവിടെ കിടന്ന് തികഞ്ഞെന്നറിയാമോ? അവിടെ കിടന്ന് തുള്ളുന്നുണ്ടായിരുന്നു. ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ട് ഒരുത്തനുണ്ടായിരുന്നല്ല, സംഘി. ആ സംഘിയുടെ ചൂട് പിടിച്ച് ഈ പാവപ്പെട്ട മനുഷ്യരെ 25,000 രൂപ വാങ്ങിച്ച് വലിപ്പിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഒരുത്തനുണ്ട്, പേര് ബെയിലോൺ. എത്രയോ വർഷങ്ങളായി ഇവർക്കെതിരെ കിടന്ന് പോട്ടി പിടിക്കുന്നു. ആ മനുഷ്യനൊരു വിവാഹം നടന്നിട്ടില്ല. 40-45 വയസ്സായി. അയാൾക്കൊരു വിവാഹം നടന്നിട്ടില്ല. അയാളെ കുടുംബത്തിൽ കയറി കളിച്ച് അയാൾക്ക് വന്ന വിവാഹാലോചന മുഴുക്ക പോയി തട്ടി. ഇവള് ഒരാളെ ചെയ്യുന്ന നിങ്ങൾക്ക് അറിയുന്നൊന്നുമല്ല. അവള് ഭയങ്കരമായിട്ട് കളിക്കും. എന്നിട്ടും കൊടുക്കാൻ ആളുണ്ട്. കൊടുക്കുന്നവർ കൊടുക്കട്ടെന്ന്, പോട്ടെന്ന്. ഇവളുമാരെ കുറേ പൈസ പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി, താങ്ക് യു മരിയ. ഒരുപാട് പേരുടെ പൈസ പോയിട്ടുണ്ട്, ഒത്തിരി പേരുടെ പൈസ പോയിട്ടുണ്ട്. എല്ലാം ഡ്രാമയാണ്, പച്ച നുണയെ പറയുള്ളൂ. ഞാൻ വീണത് എങ്ങനെയാണെന്നറിയാമോ? 2019 പോത്തുകല് പരിധിയില്ലേ, സ്റ്റേഷൻ പരിധിയിലിട്ട് ഇവളെയും ഈ വെപ്പാട്ടനെയും കൂടെ നാട്ടുകാരിട്ട് പിടിച്ചു. 9.5 കോടി രൂപയുടെ മോശടി നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പോലീസ് പിടിക്കുകയാണ്, ഓർത്തോണം. ഒരു ക്രിമിനലിനെ അല്ലാതെ അങ്ങനെ ചെയ്യുമോ? പോലീസുകാർ വന്ന് പിടിച്ചോണ്ട് പോകും, നാട്ടുകാരെ അടിച്ച്. അതിൻ്റെ വീഡിയോ ഫേസ്ബുക്കിൽ കൂടെ ഇവള് ഇട്ടു. അത് കണ്ടോണ്ടാണ് ഞാൻ ഇവളെ കോൾ ചെയ്യണത്. അപ്പം ഇവള് പറയണത് കരഞ്ഞിട്ട്, ഞാനതിനകത്തില്ല അണ്ണൂൻ്റെ കിണ്ണു, ഞാനതിനകത്തില്ല, എന്നെ അങ്ങനെ പറയല്ലേ, ഞാൻ ചെയ്തിട്ടില്ല അണ്ണു, ഞങ്ങൾക്ക് ചാകാം അണ്ണു, മക്കളൊക്കെ സേഫ് കസ്റ്റഡിയിലാണ് അണ്ണു, നമുക്ക് ചത്തുകളയാ അണ്ണു. ഇതായിരുന്നു ഡ്രാമ. 6,000 രൂപ ഞാൻ അയച്ചു കൊടുത്ത് ഗൾഫിൽ നിന്നിട്ട്. ഞാനാണ് ആദ്യത്തെ മണ്ടി ഞാനാണ്. 6,000 രൂപയുടെ വില ഇന്ന് ഞാൻ അനുഭവിക്കുന്നു. അതിനുശേഷം വന്നിട്ട് എനിക്കൊരു കമ്പനി ഉണ്ടെങ്കിൽ, എനിക്ക് ഈ തുന്നൽ പരിപാടി ഉണ്ടെങ്കിൽ, എനിക്കിങ്ങനെ ആരുടെയും കയ്യിൽ നിന്ന് പൈസയൊന്നും വാങ്ങിക്കേണ്ട എത്താം, എന്നെ ഒന്ന് സഹായിക്കുമെന്ന് ചോദിച്ചിട്ട് അവളുടെ കട തുറക്കാൻ വേണ്ടി, പെയിൻ്റ് അടിക്കാനും അവളുടെ ആ ഇലക്ട്രിക് വർക്കിന് വേണ്ടിയിട്ട് എൻ്റെ കുട്ടിയുടെ കയ്യിൽ നിന്ന് 1,30,000 രൂപയാണ് അവൾ വാങ്ങിച്ചെടുത്തത്. 49,000 രൂപ തിരിച്ചു തന്നു കേട്ടോ, അതില്ല ഞാൻ പറയത്തില്ല. പോലീസ്, ഏറ്റുമാനൂർ പോലീസ് ഇടപെട്ട് ആ പൈസ തിരിച്ചു വാങ്ങിച്ചു തന്നു. ബാക്കി പൈസ അവൾ നക്കി. എന്നിട്ട് പോലീസുകാർ അന്ന് പറഞ്ഞെന്തെന്നറിയാം, അന്നത്തെ SI എൻ്റെ അടുത്ത് പറഞ്ഞെന്തെന്ന് പറഞ്ഞാൽ, ഷെഫീന, നിങ്ങൾ ഈ വിഷയവുമായിട്ട് മുൻപോട്ട് പോയാൽ പൈസ അവൾക്ക് കൊടുത്തത് നിങ്ങളുടെ മകനാണ്. മകൻ കൈകൊണ്ട് കൊടുത്തു, മനസ്സിലായോ? അതിന് മകനെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കും, സംസാരിക്കും. മകനും അവളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് ചോദിക്കും. അവൾ നമ്പർ 1 എറണാകുളം ബേസ് ചെയ്തൊരു പെൺവാണിഭക്കാരിയാണ്. മകൻ്റെ പേര് അതോടെ ചീത്തയാകും. ഞാൻ അന്ന് അയാളുടെ വാക്ക് കേൾക്കാതെ ആ കേസുമായിട്ട് മുന്നോട്ട് പോയി ഒരു പ്രശ്നം വരില്ലായിരുന്നു. പക്ഷെ ഞാൻ അന്ന് അയാളുടെ വാക്ക് കേട്ട് എൻ്റെ കുട്ടീനെ അങ്ങനെ ഒന്ന് പെടുത്തുന്നതിൽ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അടുത്ത ഇവള് പറഞ്ഞെന്തെന്നറിയാം, എൻ്റെ കൂട്ടുകാരത്തി ഒരുത്തി വീട്ടിൽ ഉണ്ടായിരുന്നു, അവളെ ചേർത്ത് ഈ കുട്ടീനെ പറഞ്ഞു. അവൾ ജീവനും കൊണ്ട് ഓടി. കാരണം എൻ്റെ മകനോ അവളുടെ മകനോ ഒരേ ഏജ്, എന്നെക്കാൾ മുതിർന്നതാണ് ആ സ്ത്രീ. അതിനെ വെച്ച് മോശം പറഞ്ഞു. വീട്ടിലെ പട്ടിയെ വരെ ഞങ്ങൾ മാറ്റി. കാരണം പട്ടിക്കും എനിക്കും സെക്ഷൽ അഫെയർ ഉള്ളതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കാത്തത്. ആദ്യം പട്ടി, പിന്നീട് കൊച്ച്, ഇനി ഇതൊന്നും പുരട്ട് വിനീത്, കാണുന്നവരെയൊക്കെ വെച്ച് പറഞ്ഞു. അത് ഇല്ലാ വചനങ്ങൾ മാത്രം പറയുന്ന ഒരു വിഷ സ്ത്രീയാണത്.
അവൾ ചേച്ചിയുടെ 2007 മുതൽ 2009 വരെയുള്ള കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു. ഇനി എൻ്റെ മോളെ വല്ലതും പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ഷെഫിയുടെ എല്ലാ രഹസ്യം വെളിയിലിടും എന്നാണ് പറഞ്ഞത്. പിന്നെ ഷെഫീനാക്ക് 2007 തൊട്ട് 2009 വരെ എന്തരാ ഉണ്ട രഹസ്യം. ഇവളായിരുന്നല്ലോ എനിക്ക് ചെലവിന് തന്നുകൊണ്ടിരുന്നത്. എന്ത് രഹസ്യമൊക്കെ എൻ്റെ വെളിയിലിടാതിരിക്കുന്ന എവളാ മോള് പിഴച്ച ജന്തുവിൻ്റെ ഗർഭാലസിപ്പിക്കാനാണ് ഞാൻ 20,000 രൂപ കൊടുത്തത്. പിഴച്ച ജന്തുവിന് ഞാൻ കൊടുത്തത്. അതെപ്പോഴും ഞാൻ ഉറച്ചു തന്നെ നിൽക്കുന്നത്. എനിക്ക് അറിയുന്ന കാര്യമല്ലേ. 3 മണി വരെ ഞോണ്ടി കളിച്ചത് ആ സജയ വക്കീലിൻ്റെ പെണ്ണുമ്പുള കണ്ടോണ്ടല്ലേ എവളെടുത്ത് ഒന്ന് പറഞ്ഞത് ഈ 3 മണി വരെ ആരെടുത്ത് ഉണ്ടാക്കണമെന്ന് അന്വേഷിക്കുന്നത്. പിന്നെയാണ് മോങ്ങിക്കൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് മോങ്ങി തകർത്തതിന് ശേഷമാണ് ഞാൻ ആ പേയ്മെൻറ്റ് കൊടുത്തത്. അത് നോണേ എങ്കിൽ അവൾ ചെക്ക് ചെയ്യാൻ പറ. അവളെ മോളെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ പറ. ആ ലെവലതെ അറുവാണി. അവൾ കുറേ നാളുകൊണ്ടേ മൂക്കറിടുന്നു. അതല്ലേ ഭയങ്കര വെല്ലുവിളിയായിരുന്നു. ഞാനങ്ങ് 28-ൽ, അതായത് നമ്മുടെ നാട്ടിൽ നിന്നിട്ടാണ് ഇത് പറഞ്ഞെങ്കിൽ അവൾ പറയും ഓടിച്ച്. എനിക്ക് ആ സമയത്ത് ഗൾഫിൽ പോകാക്കൂല. ഞാൻ ഗൾഫിൽ പോയപ്പോൾ ഞാൻ ഓടിച്ച് എനിക്ക് ഈ വാശിയാണല്ലോ ആ സമയത്ത്. ഞാൻ ടിക്കറ്റ് എടുക്കും, നാട്ടിൽ കയറി വരും. ഞാൻ അവളെ ഗൾഫിൽ നിന്ന് പായിച്ച് ഇവിടെ വന്ന് 2 മാസം തികയ്ക്കുന്ന ഞാൻ വീണ്ടും കയറിപ്പോവും. ഇത് തെളിയിക്കുന്ന കണക്ക് ഞാൻ കിടന്ന് കാണും. അവസാനം മോനവൻ അമ്മക്ക് വേറെ ജോലിയൊന്നും ഇല്ലേന്ന് അവൾ പറയണതും കേട്ടിട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നത് എന്തിനാന്ന്. അതിൻ്റെ കാര്യമൊന്നുമില്ലാന്ന്. ഞാൻ അവിടെ നിൽക്കുമ്പോൾ കൊച്ചുങ്ങളെ തെറിവിളി, കൊച്ചുങ്ങളെ വീഡിയോ എടുപ്പ് എനിക്കിതിൻ്റെ ഒന്നും വകുപ്പറിയില്ലല്ലോ. ഇവിടെ എന്താണെന്നുള്ളതിൻ്റെ വകുപ്പ് അറിയത്തില്ല. പയ്യെ ഞാൻ മനസ്സിലാക്കി ഞാൻ പണി കൊടുത്തു. കൊച്ചിനെ കൊണ്ടുപോയി ഞാൻ കേസ് കൊടുക്കും. ഉടനെ അയ്യോ ഞാൻ അതുവഴി ഒന്ന് പോയ ഉടനെ അവളുടെ മോൻ പേടിച്ച് തൂറി ഓടി പോലീസ് സ്റ്റേഷനിൽ ഓടി കയറി. ഇവളെന്തുവാ പറയുന്നേ? ഇവൾ അങ്ങോട്ട് ചെന്ന് കയറിയ ഉടനെ എൻ്റെ കൊച്ചു പിന്നെ മിണ്ടാതെ നോക്കിക്കൊണ്ടിരിക്കണോ? ഇവൾ അതുവഴി ഒന്ന് വണ്ടി പാസ് ചെയ്ത ഉടനെ എൻ്റെ കൊച്ചു പേടിച്ച് അങ്ങ് പോലീസ് സ്റ്റേഷനിൽ പോയെന്ന്. അതോടെയാണ് ഞാൻ തീരുമാനം എടുത്തത്. കോട്ടയത്ത് തന്നെ നിൽക്കും. ഇപ്പം അവൻ പേടിക്കുന്നില്ല, ഇനി വരാൻ പറ അവളെടുത്ത്. അവളെ മോളെ പറഞ്ഞിട്ട് നമ്മളാരെങ്കിലും പെറ്റ കൊച്ചുങ്ങളെ പറഞ്ഞ് വിടുവോ? ആമ്പിളർ മാത്രം താമസിക്കുന്ന ഒരു വീട്ടിലേക്ക് വന്ന അടിച്ച് അവളെ സാമാനത്തിൽ കുത്തിക്കയറ്റി കൊടുക്കത്തില്ലേ? നല്ല കമ്പിപ്പാര. പൂറിയുടെ മോള് കൊച്ചിനെ പറഞ്ഞ് ഇങ്ങോട്ട് വിടുന്നു. ഇവിടെ എൻ്റെ മക്കളുടെ കൈ കിട്ടുമെങ്കിൽ സാമാനത്തിനകത്ത് കുത്തിക്കയറ്റി വിട്ടു കൊടുക്കൂലേ? തേവിടിച്ച് ഇങ്ങോട്ട് വന്ന് കയറിയ പുഴുത്ത സാമാനത്തിൽ ചെയ്യുമോ ഇല്ലയോ? തീർച്ചയായിട്ടും ചെയ്യും. നോമ്പില്ല. അവളുടെ അതാ സത്യമാണ് കേട്ടോ. ഇന്നിപ്പോൾ സമീറയുടെ ഞാൻ പോയി കേട്ടു. അപ്പോൾ സമീറയുടെ കാര്യമൊക്കെ പറയുന്നത് അവൾ എന്താണോ ചെയ്യുന്നത് അത് അവളുടെ സ്ഥിര പരിപാടിയാണ്. പെൺവാണിഫം അത് അവൾ എറണാകുളം ബേസ് ചെയ്ത് നടത്തുന്നുണ്ട്. കുന്തുജ എന്ന് പറഞ്ഞിട്ട് ഒരു നായിൻ്റെ മോളും ഉണ്ട് കൂടെ. കുറേ അറുവാണികളാണ് കൂട്ടുകെട്ട്. ഇവളുമാരെല്ലാവരും കൂടെ ചേർന്ന് അവിടെ ഇട്ട് നടത്തി ആളുകൾ പിടിച്ച് ഇടി കൊണ്ട ചരിത്രങ്ങളേ ഉള്ളൂ. എവിടെ പോയാലും അടിയുള്ളൂ. ഏത് സ്ഥലത്ത് പോയി അടി വാങ്ങിക്കൊണ്ടാണ് വരുന്നത്. എന്നിട്ട് പറയും പയൽവാൻ ജയിച്ചെന്ന്. ഇത് സ്ഥിര പരിപാടിയാണ്, സ്ഥിരമായി ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ ഇവളുടെ മക്കളുടെ കേസ് ആദ്യത്തേത് ഇത് ഇത്രയും, രണ്ടാമത്തേത് ഇത് ഒന്നും കല്യാണമല്ല, എല്ലാം കൂട്ടിക്കൊടുപ്പ് ബന്ധം. കണ്ട ആ പെണ്ണുമ്പുള്ള ഇപ്പൊ കൊറോണയിലാണ് ചത്തത്. അതുവരെ ആ പെണ്ണുമ്പുള്ള ഉണ്ടായിരുന്നു. കരഞ്ഞ് നിലവിളിച്ച് ആ സ്ത്രീക്ക് വേണ്ടി ഒരുത്ത സപ്പോർട്ട് എന്ന് പറഞ്ഞു. അംജിത്ത് അടൂർ എന്നാണ് പറയണേ, അടൂരുള്ള ഒരുത്തന. അവൻ സപ്പോർട്ട് പറഞ്ഞതിന് ആണ് തെറി. ആ തെറിയൊക്കെ നെറ്റിക്കിടക്കല്ലേ. എന്തോരം അശ്ലീലമാണ് വിളിക്കുന്നത്. എന്തോരു തെറിയായി സ്ത്രീയുടെ നാക്കിന്ന് വീഴുന്നത്. ഹലോ നമസ്കാരം, ഞാൻ ഭയങ്കര പതിവ്രതയാണ്. ചെറുതായിട്ട് വേണമെങ്കിൽ കേൾപ്പിച്ചു തരാം. കുറേ ഉണ്ട് എൻ്റെ കയ്യിൽ. സമീറ നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. പച്ച തെറിയെ സ്ത്രീ വിളിക്കും. കൂച്ചിച്ചി. അത് അന്ന് ലവളെ പോയി വിളിച്ചത് കണ്ടില്ലായിരുന്ന? മറ്റേ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കട്ടെ, എടുത്തോണ്ട് വരാം. പച്ച തെറിയെ വിളിക്കുള്ളൂ. വേറും തെറി വേണം. നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ട് കിടന്ന് വിളിച്ച തെറിയാണ്. 100 സാധനം ഉണ്ട് എൻ്റെ കയ്യിൽ. എങ്ങനെയുണ്ട്? ഈ പറഞ്ഞ സ്ഥലത്തുനിന്ന് ഞാൻ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇവളെ എനിക്ക് അഡ്രസ്സ് ഇട്ട് തന്നു. ഇവളുടെ വീടിന്റെ ഫോട്ടോയും എടുത്ത് അയച്ചു തന്നു. ഞാൻ അടുത്ത മാസം അവൾ അവിടെ നിന്ന് കാലിയാക്കിച്ചിട്ടുണ്ട്. ഓടിച്ച് ഞാൻ ആ ഹൗസ് ഓണർക്ക് മെസ്സേജ് അയച്ചു കൊടുത്തു. അയാൾ അടുത്ത ഇതിന് തന്നെ ഇറങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓടാ, എന്റെ മോന്റെ കൈ മാങ്ങ പറിക്കാൻ പോകും. നിന്റെ പൂറ്റിനകത്ത് കുത്തി കയറ്റും പമ്പിപ്പാര. എന്റെ ചെറുക്കന്റെ നേരെ വന്ന് നിന്ന് എന്റെ പൂറ്റി കുത്തി കയറ്റും നായിന്റെ മോളെ. നീ നാട്ടുകാരുടെ തൂക്കാൻ പോയത് കണക്കല്ല, ഷെബീനയുടെ മോന്റെ അടുത്ത് വന്ന എന്റെ വീട്ടിൽ വന്ന് എന്റെ നാട്ടിലെ അമ്മ
മക്കളും കൂടെ മലന്ന് കിടന്ന് എന്റെ അടുക്കളയിൽ ഉണ്ടാക്കിയത് വാങ്ങി നക്കിയിട്ട് പോയ കൂത്തിച്ചി നിനക്ക് അറിയത്തില്ലായിരുന്നോടി? എടി നിന്റെ വീടാടി, ആ വീടിന്റെ വാടക കൊടുത്തത് ഷെഫീന, ആ വേലക്കാരിക്ക് ശമ്പളം കൊടുത്തത് ഷെഫീന, തിന്നാൻ വാങ്ങിച്ചു തന്നത് ഷെഫീന. ഷെഫീന വാങ്ങിക്കൊണ്ടുവന്ന് 50 മുട്ട പുഴുങ്ങി നിന്റെ ആ പന്ന നായിന്റെ മോന്റെ അണ്ണാക്കിൽ കുത്തി കയറ്റിയത് ആരടി പന്നിക്ക് പറഞ്ഞോളെ? എന്റേത് വാങ്ങി നക്കിയിട്ട് കൊണ പറയണ ഷെഫീന. കുറെ നാൾ വേണ്ട വേണ്ടാന്ന് വെച്ചങ്ങ് കളഞ്ഞ സംഗതിയാണ്. ഇതാണ് ഞാൻ ഇതെടുത്ത് കേൾപ്പിക്കാത്തത്. കേൾപ്പിച്ച എനിക്ക് മറുപടിയുണ്ട്. ഞാൻ തട്ടിപ്പുകാരിയാന്ന് പട്ടിക്കൂറി മോളെ. നീ എന്തുകൊണ്ടായിരുന്നു എന്റെ വീട്ടിൽ വന്ന് കയറിയത്? പട്ടി അവരത് കൂത്തിച്ചി വന്ന് കയറി കിടന്ന് നക്കി തിന്നിട്ട് പോയ പൂറി അവൾ എന്നോട് ഉണക്കാൻ ഇറങ്ങിയിരിക്കണ പട്ടി അവരാതി. എടി കൂത്തിച്ചി പൈസ വാങ്ങി നക്കിയത് നീ അല്ലടി പൂറി. 9 ദിവസം എന്റെ വീട്ടിൽ കയറി കിടന്ന് എന്റെ വീട്ടിൽ എന്റെ അടുപ്പത്ത് വെച്ച കഞ്ഞി വെള്ളം തന്നും തിന്നതിന്റെ കാശ് വെച്ചിട്ട് വർത്താനം പറഞ്ഞു കൂട്ടി പട്ടി കൂത്തിച്ചി കൊലയാടി. എന്റെ കടയിൽ കയറി എടുത്തോണ്ട് പോയ ടോപ്പിന്റെ കാശാടി പൂറി മോളെ. എന്നിട്ട് നീ കൊണക്കടി കൊലയാടി മോളെ പട്ടി അവരാതി. നിന്റെ മക്കള് വാങ്ങി നോക്കിയ പെപ്സിയുടെ കാശ് താടി ആദ്യം, എന്നിട്ട് നീ കൊണക്കടി. നിനക്ക് അന്തസ്സും തന്റെ ധൈര്യം ഉള്ളവളാണെങ്കിൽ നീ എന്റെ നേരെ നിക്കടി. നീ വാട്സാപ്പിലും നീ ആരിഫ് ഹുസൈനെ ജാമിദയെ വരെ തെറി. നിങ്ങൾ കുറെ നാള് ഒലിവിയ ഡിസൈനറിന്റെ പിറകെ നടന്നിട്ട് എന്തായി? അവരെ കൂട്ടണമെന്ന് പറഞ്ഞിട്ട് അവര് അത് റിന്യൂ ചെയ്തു. അവരെ ശരിക്കും നിയമം പഠിപ്പിച്ചു കൊടുത്തു. ആ കുട്ടികൾക്ക് പേയ്മെന്റ് വാങ്ങിച്ചു കൊടുത്തു, കുട്ടികൾക്ക് മൊബൈൽ വാങ്ങിച്ചു കൊടുത്തു. ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഞാൻ ചെയ്തിട്ടുമുണ്ട്. എന്നെ എന്താ മൂക്കി കയറ്റു എന്ന് പറഞ്ഞിട്ട് എന്തായി? അത് അവരോടല്ലേ ചോദിക്കേണ്ടത്? അവരോട് പോയി ചോദിച്ചിട്ട് വാ. ഷെഫീന എന്തോ നീരുന്നു. ലാസ്റ്റ് സെമീറയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങി അയറിനിട്ട് കുത്തും കിട്ടി, എന്നിട്ട് അവള് ജയിച്ചു. അതങ്ങനെ പറയുള്ളൂ. അവര് കോഴിക്കോട് കിടക്കുന്നുണ്ട്. നിന്റെ അപ്പുറത്ത് നിന്റെ 5 കിലോമീറ്റർ ഇപ്പുറത്ത് ഞാനുണ്ടല്ലോ. നീ ജിനുവിന്റെ വീട് തപ്പി പോയല്ലോടി കൂത്തിച്ചി. നീ എന്താണ് എന്റെ നേരെ വരാത്തത്? നിന്റെ വീടിന്റെ താഴെ വന്ന് വിളിച്ചിട്ട് എടി കൂത്തിച്ചി കൂത്തിച്ചി എന്ന് വിളിക്കുന്ന നിന്റെ അമ്മച്ചിയുടെ പേരാണ് അടിയത്. നിന്റെ നേരെ വരാനാ? ഇത് എന്റെ നാടൊന്നുമല്ല. കോട്ടയം എന്റെ നാടേ അല്ല. എൻ്റെ നാട് തിരുവനന്തപുരമാണ്. എനിക്കത് അഭിമാനത്തോടു കൂടി പറയാം. എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പച്ചി, എൻ്റെ ഉമ്മാടെ ഉപ്പ, വാപ്പാടെ ഉപ്പ, വാപ്പ എല്ലാവരും അവിടെ തന്നെ ഉള്ളവരാണ്. അവിടെ ജനിച്ച് വളർന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് എത്രയോ ഒരു 3 തലമുറയ്ക്ക് മുമ്പുള്ളവർ വരെ അവിടെയുള്ളതാണ്, നാട്ടിലുള്ളവരാണ്. പറകുന്നാണ് ദേശം, ഗ്രാമം, നാവായിക്കുളം പഞ്ചായത്ത്. ഞങ്ങൾ അവിടെ തന്നെ ഉള്ളവരാണ്. അന്തസ്സോടെ പറയാൻ പറ്റും. നിനക്ക് അങ്ങനെ ഒരു സ്ഥലമുണ്ടാ? എവിടെ ജനിച്ച്? ഏത് തറവാട്? ഏത് വീട്? ആര് തന്ത? വല്ലതും അറിയാമോ? പിന്നെ 9 ദിവസം അടി കിടന്നെങ്കിൽ അതിൻ്റെ ഡബിൾ പൈസ അങ്ങോട്ട് തന്നിട്ടുണ്ട്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കിടന്നാൽ ഇത്രയും പൈസ കൊടുക്കണ്ട. ഏരപ്പ പന്നി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി നക്കി മക്കൾക്കും ചെലവിന് കൊടുത്ത് മക്കളെ അണ്ണാക്കിൽ കുത്തിക്കയറ്റി പിസ കുത്തി കയറ്റിയത്. എടി നിന്റെ മക്കൾ പിസ ആദ്യമായിട്ട് തിന്നത് ഷെഫീന വാങ്ങി കൊടുത്തപ്പോഴാണ്. നന്ദി കേട്ടോ നാറി. ചിക്കനെ ഇറങ്ങുള്ളൂ. ഈ ചിക്കൻ വാങ്ങിത്ത നാണ്ടി നൊണ്ടി, ചിക്കൻ വാങ്ങിത്ത നോണ്ടി. ഏരപ്പാട്. എടി കാല് വയ്യടി, എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്ത ഞാൻ എവളെ സാമാനം കാണാൻ പോയി നോക്കിയെന്ന്. ഇവള് അങ്ങനെ നോക്കുന്നുണ്ടാവും. ഏതെങ്കിലും വീട്ടിൽ ഹസ്ബൻഡ് വൈഫ് കിടക്കുന്നെങ്കിൽ ഒത്തിപ്പോയി നോക്കുന്നുണ്ടാവും. ഇതൊക്കെയാണ് പറഞ്ഞത്. ഭർത്താവില്ലാത്ത അവൾക്ക് ഞാനും ഭർത്താവും കിടക്കണത് കണ്ടപ്പോൾ എന്തരാ തോന്നിയെന്ന്. ഇവര് മുകളിലത്തെ നിലയിലും കണ്ടാണ് കിടന്നത്. എന്നെ കൊന്ന സ്റ്റെപ്പ് കയറാൻ എന്നെ കൊണ്ട് ഒക്കുന്നൊരു പരുവല്ല. ആ സമയത്ത് വീൽ ചെയറിലാണ് ഞാനുള്ളത്. ഞാൻ മേളിൽ കയറിപ്പോയി എവളും മാപ്പിളയെ എന്തൊരു ചെയ്യണമെന്ന് നോക്കിയെന്ന്. കണ്ടാലും മതി. ദേഹം മുഴുക്ക പുഴു വന്ന് പുഴു അരിച്ചു കിടന്നൊരു പുഴുവത്തിയാണത്. ഇത്രയും നല്ല കാര്യങ്ങൾ നീ പറയുമ്പോ പിന്നെ നിന്നെ മക്കളെ ഞങ്ങളങ്ങ് വെറുതെ വിടാം. നീ ആരുടെ ഇപ്പൊ ഇത്രയും പോക്കൃത്തരങ്ങൾ പറയുമ്പോ ഞങ്ങളിത് കേട്ടുകൊണ്ടങ്ങ് മിണ്ടാ. നിന്റെ കുഞ്ഞ് ആരടി? അതിശയ കുഞ്ഞ്. എന്തുവാ നീ അതിശയത്തിലുണ്ടാക്കിയ കൊച്ചാ? ആരെന്താ പറഞ്ഞത്? ഇതാരെന്നറിയാമോ? ഞങ്ങളുടെ കൂടെ സൺ ഓഫ് നാനു എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നല്ലോ. പുള്ളി മരിച്ചുപോയി. ആ പുള്ളി അവിടെ അതിൻ്റെ ഇടയ്ക്ക് കയറി സംസാരിച്ചു. എന്തിനായി പോക്കൃത്തരം ഇവിടെ ഒന്ന് പറയുന്നത്? വാട്സപ്പ് കൂട്ടായ്മയിലാണ്. സൺ ഓഫ് നാനുവിനെ പറയുന്നതാണ്. ഒരു സൗദി നമ്പർ എടുത്ത് വെച്ച് നീ പറയുന്ന മൊത്തം കളവാണ്. നിന്റെ കൂടെ നിൽക്കുന്ന ഷെഫീന പോലും നിന്നെ വിശ്വസിക്കുന്നില്ലല്ലോ. നീ അവരോട് പോലും നിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ലല്ലോ. നിനക്കൊരു റിയൽ ഐഡിയ ഉണ്ടോടാ പായോളി? ഊമ്പാനിറങ്ങിയിരിക്കുന്ന കുറെ പേര് ചേർന്നിട്ട് നീ വോയിസിട്ട് അറവാദിക്കുക. അവരാതി കൂത്തിച്ചി നീ എന്റെ നേരെ നിന്നിട്ട് നീ കൊണക്കും. നിന്റെ മകനെ ഞാൻ തല്ലൂന്ന് പറഞ്ഞാൽ ഞാൻ തല്ലു. എന്റെ മകളെ കുറിച്ച് പറയാവുന്ന ചെറ്റതരം മുഴുവൻ പറഞ്ഞ പുഴുത്ത വേശികളെ പുരുത്ത വേശി എന്നല്ല പിന്നെ വേറെ എന്തൊരടി വിളിക്കേണ്ടത്? കൂത്തിച്ചി നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിച്ചോളി. അവരാതി നീ എന്നാ പിടിച്ചങ്ങ് അകത്ത് വയ്യടി പന്നിക്ക് പറഞ്ഞോളെ. നീ ബാക്കിയുള്ളവരുടെ അടുത്ത് എല്ലാം ചെന്ന് തിളച്ചതുപോലെ എന്റെ അടുത്ത് തിളയ്ക്കാമെന്ന് നീ വിചാരിച്ചു.
വിചാരിച്ചോ? ഈ ലോകത്ത് ഇതുവരെ ഒരാളുമായിട്ട് ഒരു ഫൈറ്റ് ഉണ്ടാക്കി ചരിത്രമേ ഇല്ല 2019 മുൻപ്. അതിനു മുൻപ് വരെ ഒരു മനുഷ്യരുടെ അടുത്ത് ഒരു ലഹളയുണ്ടാക്കി എനിക്കൊരു ചരിത്രമേ ഇല്ല. ഒരു ചരിത്രവും ഇല്ല. ഇല്ലാ വചനവും പൊല്ലാ വചനവും പറഞ്ഞ് നടക്കുന്ന കൂത്തിക്ക് അപരാധിയായ നിനക്കിട്ടാണ് ഞാൻ ആദ്യവും തന്നത്, അവസാനവും തരുന്നത് നിനക്കിട്ട് തന്നെയാണ്. പോലീസ് തന്നല്ലേ? പോലീസ് അത് കോടതി കൊടുത്തതിന് ഞങ്ങൾ സാക്ഷിയാ. നീ ആരെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്? എടി പോലീസ് എന്റെ മൊബൈൽ എടുത്തോണ്ട് പോയെന്നല്ലേടി ഞാൻ പറഞ്ഞത്. എടുത്തോണ്ട് പോയില്ലെന്നാണോ ഞാൻ പറയുന്നത്? പോലീസ് അത് അവിടെ ചെന്നാൽ തരുമെന്നാ പറഞ്ഞേ. അവിടെ ചെന്ന് പറഞ്ഞേ അവർക്കത് വിഴുങ്ങാനുള്ള അധികാരമൊന്നുമില്ല. അത് കോടതി സബ്മിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് വിഴുങ്ങി തിന്നാൻ അവരെ കൊണ്ട് ഒക്കത്തില്ല. അതെടുത്ത് വിഴുങ്ങാനൊന്നും അവർക്ക് അധികാരമില്ല. എൻ്റെ വസ്തു അവർക്ക് തിരിച്ചു തന്നേ പറ്റുള്ളൂ. അത് മനസ്സിലായി. നിന്റെ തള്ള പഞ്ചായത്തിൽ പോയി മലന്ന് കിടന്നപ്പോൾ ആരാണ്ട് കൊണ്ട് ഒഴിച്ച വാണത്തിലുണ്ടായതാണ് നീ. അതുകൊണ്ടാണല്ലോ മറ്റുള്ളവർ ഒളിച്ചു കിടക്കണതും നീ ഇങ്ങനെ കിടന്ന് അറുമാദിക്കുന്നതും. ഇന്ന് രാവിലെ 11 മണിക്ക് തനൂജ കൊടുത്ത പരാതിയിൽ പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞിട്ട് നീ ചെല്ലാതിരിക്കുന്നു. സൗകര്യമില്ലടി. നിന്റെ തനൂജ കൊണ്ട് കൊടുക്കുന്ന കേസിനൊക്കെ പോയി തലകുമ്പിട്ട് നിൽക്കാൻ ഷെഫീനാക്ക് മൈരാണ്. ഷെഫീന അവിടെ പോയി കൃത്യമായി പറഞ്ഞു. ഷെഫീനാക്ക് ഇതിനകത്ത് എക്സ്പ്ലനേഷൻ ഇല്ല, കേസ് എടുത്തോന്നു. ആ കേസ് ഞാനങ്ങ് ഏറ്റ് എന്നാ പറഞ്ഞത്. ഇതാരെ കിടന്ന് വിളിക്കുന്നേ? എന്താ HP-യുടെയാ? മോനെ വിളിക്കാത്ത, ഞാൻ ലൈവിലാ. മോനെ വിളിച്ചങ്ങോട്ട് വിടാം, കൊടുത്തു വിടാം. ആ ശരി ശരി. ഓ HP കുറ്റി. പണ്ടത്തെ ഏതോ ഒരു വോയിസ് എടുത്ത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് നാണമില്ല ശ്രേ? ഇല്ലടാ ആനി, എനിക്ക് നാണമില്ല. നീ ഫേക്ക് ഐ ഡി അല്ലേ? നിനക്ക് നാണമില്ലടി. കുറേ കാലമില്ലടി. എന്ന് എനിക്ക് പ്രശ്നമാണ്, എന്ന് എന്നെ ഉപദ്രവിക്കുന്നു, എന്ന് എൻ്റെ മക്കളെ പറയും. എൻ്റെ മക്കളെ അവർ പറഞ്ഞു, എൻ്റെ മക്കളെ ഇവർ പറഞ്ഞു, എൻ്റെ മക്കളെ മറ്റൊരു പറഞ്ഞു, എൻ്റെ വീട്ടിൽ കയറി ശോഭകേട് കാണിക്കണം, എന്നെ ഉപദ്രവിക്കുന്നു, എന്നെ നാട്ടുകാർ എന്തൊക്കെയോ പറയണു. എന്നും എന്തടി നിന്റെ അവക്ക് മാത്രം ഈ കുഴപ്പം? വേറെ ആർക്കും ഇല്ലാത്ത കുത്തിക്കഴപ്പം അവക്ക് മാത്രം എന്ത്? വേറെ ആരും ഇങ്ങനെ മോശം പറഞ്ഞ് കേട്ടിട്ടില്ലല്ലോ. വേറെ ആരും ഇങ്ങനെ കരഞ്ഞ് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇവക്ക് മാത്രം എന്തടി എന്നും പ്രശ്നം? എന്നോ അയച്ച വോയിസ് ആണ്. ഏറ്റുമാനൂർ നെട്ടൂർ കോട്ടേജിൽ താമസിക്കുന്ന ഫിജോ ജോസഫ് എന്ന യുവതിയാണ് കൊട്ടേഷൻ ആക്രമണം നടത്തിയതായി കേസുണ്ടായത്. ഇരയായത് ഇടുക്കി പുറ്റടി സ്വദേശിയും RYF ഉടുമ്പൻചോല മണ്ഡലം ജനറൽ സെക്രട്ടറിയുമായ അജോ കുറ്റിക്കനും. ഈ യുവതിയുടെ പീഡനമാണ് അജോ കുറ്റിക്കനും നേരിടേണ്ടി വന്നത്. അംജദ് അടൂർ, ഷൈജു സുകുമാരൻ നാടാർ എന്നിങ്ങനെ മറ്റ് 2 പ്രതികൾക്ക് കൂടി കോടതി അജോയ്ക്കൊപ്പം മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പേപ്പർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വാങ്ങുന്നതിനാണ് അജോ ഏറ്റുമാനൂർ സ്റ്റേഷനിലെത്തിയത്. ഇത് ഒരു 5 വർഷം മുമ്പാണ്. ഒരു 5 വർഷം മുമ്പുള്ളതാണേ. കണ്ട, എന്നെ ജീവിക്കാൻ അനുവദിക്കും. അല്ലാതെ എന്തെങ്കിലും ഒരു ആണപ്പത്തിന്റെ മിച്ചം ബാക്കി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കൊണ്ടുപോവാ. ഇത് ഒരു 5 വർഷം മുമ്പുള്ളതാണ്. 7 വർഷം മുമ്പുള്ളതാണ് നിങ്ങൾ കേട്ടത്. 2 വർഷം മുമ്പ് ഒരു തന്തയ്ക്ക് കൊണ്ടുപോയി പിന്നെ സാമാനം കാണിച്ചു കൊടുത്ത് അയാളെ നിന്ന് കാശ് കുടുങ്ങിക്കൊണ്ടിരുന്നു. അവസാനം അയാൾ ഫോൺ സൈറ്റ് ചെക്ക് ചെയ്തപ്പോൾ അവിടെ ഇവിടെ തുണിയില്ലാത്ത പിക്ചർ കണ്ട്. അയാൾ വന്ന് ചോദ്യം ചെയ്ത്, നിന്റെ തുണിയില്ലാത്ത പിക്ചർ അവിടെ കണ്ടല്ലേടി, നീ എനിക്ക് മറ്റേ പിക്ചർ അയച്ചുകൊണ്ടിരുന്നവളല്ലേടി, എൻ്റെ കാശ് പിടിങ്ങോളല്ലേടി എന്ന് ചോദിച്ചു ഇയാളെ വീട്ടിൽ കയറത്തെല്ലാം പോയി. അതിൽ ബെയിലോൺ കൊടുത്തൊരു കേസുണ്ട്. കൊച്ചുങ്ങൾ നിൽക്കെ അവഹേളന വർത്താനം പറഞ്ഞത് പറഞ്ഞൊരു പോക്സോ കേസ് ഇവർക്കെതിരെ ഉണ്ട്. അതിലിപ്പോൾ ജാമ്യം തേടി നടക്കുകയാണ്. ഇത് 8 വർഷം മുമ്പുള്ളതാണേ. ഇത് 8 ഡേറ്റ് ഉൾപ്പെടെയാണ് പറയണത്. 8 വർഷം മുമ്പുള്ളത്. 8 വർഷം മുമ്പുള്ളത്. അയാളെ രക്ഷപ്പെടാൻ അനുവദിക്കുന്ന പോലീസ് അവര് പറയുന്നത് ഇയാൾക്കെതിരെ സയന്റിഫിക് എവിഡൻസ് ഇല്ലെന്ന്. അവന്റെ മൊബൈലാണ് എന്റെ ഈ കയ്യിലുള്ളത്.
ഈ മൊബൈൽ അവൻ കാണിച്ച സകല വൃത്തികേടുകളും മെസ്സേജുകളും ഫേസ്ബുക്ക് ഡീറ്റെയിൽസും ഉള്ള അവന്റെ മൊബൈൽ എന്റെ കയ്യിലുണ്ട്. ഇത് 8 വർഷം മുമ്പുള്ള കാര്യമാണേ, 8 വർഷം മുമ്പുള്ള കേസ്. എന്നിട്ടിതാ ഇപ്പോഴും സംഗതി ഇത് തന്നെയാണ്. നീ ഷാജിയുടെ അടുത്ത് വെച്ച് നോക്കണേ, എവിടെയാ ഷാജി എവിടെ കൊണ്ടിട്ടെന്ന് അറിയത്തില്ല. കൂച്ചിച്ചി എവിടെ കൊണ്ടിട്ട് ഷാജി. കൊച്ചിരിക്കുന്നാണ്ടാ, കുട്ടിയിരിക്കുന്നാണ്ടാ. കുട്ടിയെ കൊണ്ട് ഗുണ്ടാ പ്രവർത്തനത്തിന് പോയ 2 അമ്മമാരെയാണ് നിങ്ങൾ കേട്ടോ. അമ്മയെന്ന് പറയുന്നത് അമ്മമാർക്ക് അപമാനമാണ്. അപ്പൊ ആർക്ക് ഗുണ്ടായിസം? ഞങ്ങളെയൊക്കെ നിങ്ങളിങ്ങനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഇതുപോലെ പിന്തുടർന്ന ആളുകളെ പുറകെ പോയി ഓടിച്ചിട്ട് പിടിച്ച് ഇതുപോലെ അപരാധം പറയണത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടാ? സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയോടെ ഒരു പ്രവർത്തനം നടത്തുന്നതും ഇതേപോലെ തോന്നിവാസവും ഗുണ്ടായുസവും കാണിക്കുന്നതും രണ്ടാണ്. ആ വ്യത്യാസം മനസ്സിലാക്കണം. 8 വർഷം മുമ്പ് കടന്നതിട്ടു, 6 വർഷം മുമ്പ് കടന്നതിട്ടു, 4 വർഷം മുമ്പ് കടന്നതിട്ടു, 5 വർഷം മുമ്പ് കടന്നതിട്ടു, 2 മാസം മുമ്പ് കടന്നതിട്ടു. ആർക്കാണടെ കുഴപ്പം? ഇതൊരു സോഷ്യൽ പ്രോബ്ലമാണ്, സോഷ്യൽ ഈവിൾ, പൊതുശല്യം. ഇതിനെ പൊതുശല്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു കേസും കൂടെ ആഞ്ഞൊരു കേസ് ഏറ്റുമാനൂർ ഒരുങ്ങി കാപ്പ ചുമത്തുന്ന സ്ത്രീയാണ്, കാപ്പ ചുമത്തപ്പെടേണ്ട സ്ത്രീയാണ്. അത്ര കേസ് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലുണ്ട്. അറിയോ നിങ്ങൾക്ക്? നമ്മളിതൊന്നും പറയണില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇത് അവളുടെ കൂടെ കിടന്ന് കോട്ടി പിടിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ മൗനമായി നമ്മുടെ സൈഡ് നോക്കി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. താല്പര്യമില്ല, ഇതെനിക്ക് കണ്ടന്റുമല്ല. ഈ കണ്ടന്റ് കൊണ്ട് എനിക്ക് മുമ്പോട്ട് പോകാനില്ല. ഇപ്പോൾ ഇവിടെ ആരോ വന്ന് ചോദിച്ചതുകൊണ്ട് മാത്രം ഞാനിത് എടുത്തിട്ടാണ്. ഇത് നിയമപരമായി നേരിടുന്നതാണ് എല്ലാവർക്കും നല്ലത്. ഇതിനെ എതിർക്കാനും പിന്നെ പലരും പറയുന്ന ഒരാളുടെ കമന്റ് ഞാൻ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇന്നത് ഇത്രയും പറഞ്ഞത് തന്നെ. എനിക്ക് വേണ്ടി എന്തോ എവളോടെ കോട്ടി പിടിച്ചെന്ന്. എനിക്ക് വേണ്ടി ആരും എവളോടെ കോട്ടി പിടിക്കണ്ട. ഞാൻ 5 വർഷമായിട്ട് കോട്ടി പിടിക്കുന്നുണ്ട്. എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, നാക്കുമുണ്ട്, നിങ്ങളെക്കാൾ പൊതുബോധവും ലോകപരിജ്ഞാനവും ഉണ്ട്. എനിക്ക് വേണ്ടി ആരും അക്കാലത്തുണ്ടാക്കണ്ട. അതും കൊണ്ട് ഇങ്ങോട്ട് തള്ളണ്ട. അവനവന് വേണമെന്നുള്ളത് അവനവൻ ചെയ്യാം. വേറെ ആരും എനിക്ക് വേണ്ടി നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ തനിച്ച് തന്നെയാണ് നിന്നിട്ടുള്ളത് ഇതുവരെ. അറിയാം, അതറിയാം, ഡ്യൂ ഡ്രോപ്സ് അതൊക്കെ ഉണ്ടാവും, എന്തിനും മടിക്കത്തില്ലെന്ന്. ഇവിടെ പറഞ്ഞു കൊച്ചുങ്ങളുടെ പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് കഞ്ചാവ് വയ്ക്കുമെന്ന്. ഞാൻ ഗൾഫിൽ നിന്ന് നാട്ടിൽ വരുന്ന സമയത്ത് പാറോലിക്കൽ ഒരു കടയുണ്ട്. ആ കട ഇപ്പോഴും അവിടെ ഉണ്ട്. അവിടെ വേറെ പെയിന്റ് കട നടത്തുന്നു. ആ കടയുടെ മുമ്പിൽ 2 വണ്ടി പോലീസ് വന്നിറങ്ങി ഇവളുടെ വാഹനം പിടിച്ച്. അതിനകത്ത് കഞ്ചാവുണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ട് അങ്ങനെ ഇവളുടെ വണ്ടി മുഴുക്ക അരിച്ച് പാറക്കി കഞ്ചാവ് അന്വേഷിച്ചതാണ്. അന്ന് ഇവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ഇത് ഞാൻ പറഞ്ഞതല്ല, പോലീസുകാർ പറഞ്ഞതല്ല, അവള് തന്നെ അവളുടെ ഫേസ്ബുക്കിൽ കൂടെ പബ്ലിഷ് ചെയ്ത കാര്യമാണ്. അപ്പോൾ ഇത് ഒരു പൊതുശല്യമാണെന്നും റെപ്യൂട്ടഡ് ഫാമിലി ആയിട്ടുള്ളവർക്കൊന്നും സംസാരിക്കാനോ സംസർഗത്തിനോ പറ്റിയ ആളല്ല എന്നും ഇതിൽ കൂടുതലൊന്നും തെളിവ് പറയാൻ നമ്മളെ കൊണ്ടൊക്കത്തില്ല. നമ്മളൊന്നും ഇങ്ങനെ അടങ്ങഴിഞ്ഞ് ജീവിച്ചവരല്ല. നമുക്കൊന്നും ഇങ്ങനത്തെ 8 വർഷം മുമ്പ് നിങ്ങൾ എൻ്റെ ഒരു പിക്ചറെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ 2019 ഈ സ്ത്രീയുടെ കൂടെ ബഹള വെച്ചപ്പോൾ ശേഷം മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ആക്റ്റീവായിട്ടുള്ള. അതിന് മുമ്പുള്ള ഒരു പിക്ചർ കൊണ്ട് വയ്ക്കാമോ? ഇല്ല. ആര് എപ്പോൾ നന്നാവും എന്ന് പറയാൻ പറ്റില്ല. നന്നാവും, മോളെ കെട്ടിച്ചോട്. ഫസ്റ്റ് ഗുണ്ടനും ഗുണ്ടിയാണ്. ആ ഗുണ്ടായിസം വളയുന്നതിൻ്റെ കാരണം ഒരാളെ കൊന്നാലും 10 പേരെ കൊന്നാലും ഒരേ പ്രശ്നം തന്നെയാണ്. ഒരാളെ തെറി വിളിച്ചാലും 10 പേരെ തെറി വിളിച്ചാലും ഒരേ കേസ് തന്നെയാണ്. ഇപ്പോൾ KD ബിനു ഉണ്ട്, വിമല ബിനു, KD വിമലയ്ക്ക് കേസ് കിട്ടാൻ ഇവളെയാണ് ഉപയോഗിക്കുന്നത്. ഈ സാധാരണ വക്കീലന്മാർക്ക് അങ്ങനെ ഒരു ഇടപാടുണ്ടാവും. ക്രിമിനലുകളുമായിട്ട് നല്ല ടൈപ്പ് ആയിരിക്കും. കാരണം ക്രിമിനൽ ത്രൂ ആണ് കൂടുതൽ കേസുകൾ വരിക. അതിന് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് അവരും ഇതുപോലെ തന്നെയാണ്. അത്യാവശ്യം മോശപ്പെട്ട കേസുകളല്ല, നല്ലൊരു കേസ് എടുത്തിട്ടുണ്ട്. തള്ളിൻ്റെ ഉസ്താദാണ് അവർ മുൻപ് പറഞ്ഞിരുന്നത് എന്താണ്,
പിണറായി വിജയനെ അവർ പൂട്ടിയെന്നാണ്. എന്നിട്ട് പൂട്ടിയാ പിണറായി വിജയന് പൂട്ട് വീണാ? അതിനെക്കാട്ടിയും ലുലു ഓണറിനെ പൂട്ടി എന്ന് പറഞ്ഞിട്ട് പുലിക്കുട്ടിയാണ് ലുലുവിനെ ഇപ്പം പൂട്ടു എന്ന് പറയും. എന്നിട്ട് പൂട്ടിയാ? എന്തെങ്കിലും നടന്ന? എന്നെ പൂട്ടുമെന്ന് പറഞ്ഞാൽ അടൂര് കോടതി കിടന്ന് ഡാൻസ് കളിച്ച് ഞാൻ ഒരു ദിവസമെങ്കിലും കോടതി പോയി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തേന്നാണ്? ആരെയാണ് ഈ പേപ്പടി കാണിക്കുന്നത്? നമ്മളൊക്കെ ചെയ്യുന്നത് മാധ്യമ പ്രവർത്തനമാണ്. അതിനൊരു ഡിഗ്നിറ്റി ഉണ്ട്. ആ ഡിഗ്നിറ്റി തന്നെ ഞങ്ങൾ ഇതുവരെ ഉണ്ട്. എന്ത് കേസ്, എന്ത് കള്ളക്കേസ് കൊണ്ട് കൊടുത്താലും പൂട്ടാൻ പറ്റുന്ന ആളുകളല്ല നമ്മളൊന്നും ആരുടെടുത്തും ഗുണ്ടായിസം കാണിക്കുകയോ പോക്കൃത്തരത്തിന് നിൽക്കുന്ന വ്യക്തികളല്ല. അവർ 100 വട്ടം പറഞ്ഞു. നീ ഈ പാട്ട് പാടാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മളിത് പറയുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഇത് ചിലപ്പോൾ ഞാൻ ഇതാക്കും. അതിൻ്റെ കാരണം മറ്റൊന്നല്ല, ഇതിനകത്ത് എനിക്ക് റവന്യൂ ജനറേറ്റ് ആവില്ല എന്ന് മാത്രമല്ല തെറി ഇവിടെ കിടക്കും എന്നുള്ളത് കൊണ്ടാണ്. അത്യാവശ്യം കാണേണ്ടവർക്ക് വേണ്ടിയിട്ട് ഞാനത് ഇട്ടേക്കും. ചിലപ്പോൾ ഞാനത് ഇട്ടേക്കും, ചിലപ്പോൾ ഞാനത് മൈനസ് ചെയ്യും. കാരണം യെല്ലോ അടിച്ചു വരികയാണെങ്കിൽ ഞാനതങ്ങ് പ്രൈവറ്റ് ആക്കും, അല്ലെങ്കിൽ ഇതിവിടെ തന്നെ കിടക്കും. അപ്പം ശരി, വൈകുന്നേരം കാണാം കേട്ടോ. പിന്നൊരു കാര്യം, അവിടെ ഇനി എന്ത് പൊട്ടിച്ചാലും അത് ഇങ്ങോട്ട് കൊണ്ട് തരണ്ട, താല്പര്യമില്ല കേൾക്കാൻ. അവിടെ ഇരുന്നുകൊണ്ട് കാച്ചി കൂച്ചി കൂച്ചിച്ചി കുച്ചച്ചി എന്ന് എന്നെങ്കിലും ഒരു ദിവസമെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഉമ്മ ചീത്ത വിളിക്കരുതെന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത്ര ഗതി കെട്ടിട്ട് നിർത്താതെ വീണ്ടും ഇരുന്നുകൊണ്ട് കുണുകുണു 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 എന്ന് പറയുന്ന ഒരു അപരാധിയെ പറ്റി ഒന്നും പറയാനില്ല. ആരും പുറത്ത് പറയില്ല അവരുടെ കളവ്. പറഞ്ഞാൽ അവരുടെ ID സൈബർ സെൽ വഴി എടുത്ത് വീട്ടിൽ വരുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കും. അതുകൊണ്ട് ഒട്ടുമിക്ക ആൾക്കാരും മൗനം പാലിക്കുന്നു. ഒരു മെസ്സേജ് ഇട്ടാൽ പോലും ട്രേസ് ചെയ്യും. സത്യം. ഷാജി, ഓക്കെ ഷാജി, അത് ധൈര്യമായിട്ട് പറയാൻ കുടുംബത്തിൽ കാര്യം അവതരിപ്പിച്ചിട്ട് ധൈര്യപൂർവ്വം നിൽക്കുക. ഇപ്പം പഴയതുപോലെയല്ല. അവൾക്കെതിരെ ആര് നിന്നാലും ഞാൻ അവർക്കൊപ്പം നിൽക്കും. അതെൻ്റെ ഒരു ഇതാണ്. അതെനിക്ക് കഴിവില്ലാണ്ടല്ല, അവൾ ആക്രമിക്കുന്ന രീതി എനിക്ക് മനസ്സിലായതുകൊണ്ടാണ്. ഒറ്റപ്പെട്ട് കിട്ടിയാൽ അവൾ ആക്രമിക്കുന്നത് അതിഭീകരമായിരിക്കുമെന്നും അങ്ങനെ ഒരു ഭീകരമുഖം അവർ നേരിടണ്ട, അവർക്ക് ഞാൻ കൂട്ടായി നിൽക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ആരെയും അതിനകത്ത് പോയി. ഞാൻ ആരെടുത്ത് നിർബന്ധിച്ചിട്ടുമില്ല. അനാവശ്യമായിട്ടുള്ള അലിഗേഷൻസ് എന്നെ വലിച്ചിടാതിരിക്കുകയും ചെയ്യുക. താല്പര്യമില്ല. ശരി.